നമസ്കാരം, സഹകാരി റൈസ് പ്ലസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇൻകം ടാക്സിൻ്റെ ഒരു പോർഷനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ ഇൻകം ടാക്സിൻ്റെ ഡിഫറെൻറ്റ് ഹെഡ്സ് പഠിച്ചിട്ടുണ്ടാവും. സാലറി, ഹൗസ് പ്രോപ്പർട്ടി, PGBP, ക്യാപിറ്റൽ ഗെയിൻ, അതർ സോഴ്സ്, അഗ്രിഗേഷൻ ഓഫ് ഇൻകം, സെറ്റ് ഓഫ് ക്യാരി ഫോർവേഡ്, ക്ലബിംഗ് ഓഫ് ഇൻകം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഇതിനോടകം പഠിച്ചു കാണും. ഓക്കെ, ടാക്സ് ലയബിലിറ്റിയുടെ കമ്പ്യൂട്ടേഷൻ വരെ നിങ്ങൾ എത്തി നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഈ പഠിച്ചതിൽ നിന്ന് ഈ 5 ഹെഡ്സ്, അതിനോടനുബന്ധിച്ച് വരുന്നിട്ടുള്ള സെറ്റ് ഓഫ് ക്ലബിങ്, അഗ്രിഗേഷൻ, ഇതെല്ലാം കൂടി വെച്ചിട്ട് നിങ്ങൾക്കിപ്പോൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം? ഗ്രോസ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഗവൺമെൻറ്റിന് ടാക്സ് അടയ്ക്കുന്നത് ഈ പറയുന്ന ഗ്രോസ് ടോട്ടൽ ഇൻകത്തിന് മേളിലല്ല. ഓക്കെ, നമ്മൾ 5 ഹെഡ്സ്, ഇപ്പോൾ സാലറിയിൽ നിന്ന് ഒരു 1.5 ലക്ഷം ഉണ്ട്, ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നും ഉണ്ട്, PGBPയിൽ, അങ്ങനെ ഓരോ ഹെഡിൽ നിന്നും നമുക്ക് വരുമാനമുണ്ട്. ചിലപ്പോൾ എല്ലാ ഹെഡിൽ നിന്നും കാണില്ല, ഏതെങ്കിലും ഒരു ഹെഡിൽ നിന്നേ കാണും, ചിലപ്പോൾ 2 എണ്ണത്തിൽ നിന്ന് കാണും, എങ്ങനെയാണെങ്കിലും. പിന്നെ അതനുസരിച്ച് പിന്നെ നമ്മൾ സെറ്റ് ഓഫ് ചെയ്യും. പിന്നെ ക്ലബിങ്, മറ്റൊരാളുടെ ഇൻകത്ത് നമുക്ക് ക്ലബിങ് ചെയ്യേണ്ടി വരും, അഗ്രിഗേഷൻ ഓഫ് ഇൻകം വരും. എല്ലാം കൂടി ചേർത്ത് നമുക്ക് എന്ത് കിട്ടും? നമ്മൾ ടോട്ടൽ ലയബിലിറ്റി കമ്പ്യൂട്ടേഷൻ എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ പഠിച്ചതാണല്ലേ. അപ്പോൾ എല്ലാം കൂടി നമുക്കൊരു ഗ്രോസ് ടോട്ടൽ ഇൻകം നമുക്ക് കിട്ടും. ഈ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിന് മുകളിലാണോ നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടത്? ഒരിക്കലുമല്ല. ഈ പറയുന്ന ഈ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും നമുക്ക് ഡിഡക്ഷൻസ് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, എന്തൊക്കെ ഡിഡക്ഷൻസ്? നമുക്ക് ചാപ്റ്റർ 6A ഡിഡക്ഷൻസ് എന്നും പറഞ്ഞിട്ട് കുറച്ചധികമുണ്ട്. 80C, സെക്ഷൻ 80C മുതൽ സെക്ഷൻ 80U വരെയുള്ള കുറച്ചധികം ഡിഡക്ഷൻസ് നമുക്കുണ്ട്. അപ്പോൾ ഓരോന്നിലും ഇപ്പോൾ എല്ലാ ഡിഡക്ഷൻസും നമുക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല. നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള, അതായത് നമ്മളിപ്പം ഞാനൊരു ഇൻഡിവിജ്വൽ ആണ്, എനിക്ക് ഇന്ന ഹെഡ്സ് എന്നൊക്കെ ഇൻകം ഉണ്ട്. അപ്പം ചിലപ്പോൾ എല്ലാ സെക്ഷനും എനിക്ക് ആപ്ലിക്കബിൾ ആവില്ല. ചിലപ്പോൾ സെക്ഷൻ 80D എനിക്ക് ആപ്ലിക്കബിൾ ആവും, ചിലപ്പോൾ 80U എനിക്ക് ആപ്ലിക്കബിൾ ആവും. അപ്പോൾ എനിക്ക് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്ന കുറേ അധികം ഡിഡക്ഷൻസ് കാണും. അതെല്ലാം നോക്കി ആ ഡിഡക്ഷൻസ് എല്ലാം കുറച്ച് കഴിഞ്ഞ് ഈ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും ഈ ഡിഡക്ഷൻസ് എല്ലാം കുറച്ച് കഴിഞ്ഞ് കിട്ടുന്ന നെറ്റ് ടോട്ടൽ ഇൻകത്തിലാണ് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടത്. ആ നെറ്റ് ടോട്ടൽ ഇൻകം ആണ് നമ്മൾ സ്ലാബ് റേറ്റ് അനുസരിച്ച് ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഡിഡക്ഷൻസ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് ഈ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. ഓരോ ഡിഡക്ഷൻസും എത്രയാണ്, എത്ര രൂപ വരെ നമുക്ക് ഡിഡക്ഷൻ അനുവദിച്ച് കിട്ടും, എന്തൊക്കെ പേയ്മെൻറ്റ്സിനാണ് നമുക്ക് ഡിഡക്ഷൻ കിട്ടുന്നത്, ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് അറിയണം അല്ലേ. ഇതെല്ലാം കൃത്യമായിട്ട് അറിഞ്ഞാലേ നമുക്കതൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു സെഷനാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് നമുക്ക് അനുവദിച്ചിട്ടുള്ള ഡിഡക്ഷൻസ്? അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു, ഇൻകം ടാക്സിൽ ചാപ്റ്റർ 6A ഡിഡക്ഷൻസിനെ പറ്റി പറയുന്ന സെക്ഷൻസ് എന്ന് പറയുന്നത് സെക്ഷൻ 80C മുതൽ സെക്ഷൻ 80U വരെയാണ്. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കും 80C, 80D, 80E, 80F അങ്ങനെയാണെന്ന്. അല്ല, 80Cയിൽ തന്നെ വീണ്ടും നമുക്ക് 80CC ഉണ്ട്, CCA ഉണ്ട്, അങ്ങനെ കുറച്ചധികം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഒരുപാടുണ്ട് അല്ലേ. അപ്പോൾ ഈ സെക്ഷൻസ്, ഈ 80C മുതൽ 80U വരെയുള്ള എല്ലാ സെക്ഷൻസും പഠിക്കാനാണെങ്കിൽ അതൊരു സെപ്പറേറ്റ് സബ്ജക്റ്റായിട്ട് നമുക്ക് പഠിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് അത്രയൊന്നും ഇല്ല. നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടബിൾ ആയിട്ടുള്ള കുറച്ച് സെക്ഷൻസ് ഉണ്ട്, അത് മാത്രം നമ്മൾ പഠിക്കാൻ പോവാണ്. അല്ലാണ്ട് 80C മുതൽ 80U വരെയുള്ള എല്ലാം പഠിക്കാൻ നിന്നാൽ നമ്മൾക്ക് ഈ ഒരു സബ്ജക്റ്റായിട്ട് തന്നെ നമുക്കത് സെപ്പറേറ്റ് പഠിക്കാൻ കാണും. അതെല്ലാം പഠിക്കേണ്ട ആവശ്യം നമുക്കില്ല. നമ്മളെപ്പോഴും എക്സാം ഓറിയൻറ്റഡ് ആണല്ലേ. സോ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടബിൾ ആയിട്ടുള്ള സെക്ഷൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ പറയുന്ന എല്ലാ സെക്ഷൻസും നിങ്ങൾ പഠിക്കുക തന്നെ വേണം. ഇതിനകത്ത് നിങ്ങളിനി ഫിൽട്ടർ ചെയ്യാൻ നിൽക്കരുത്. ഞാൻ എപ്പോഴും പറയും, ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോൾ പറയും, ഓൾറെഡി ഫിൽറ്റേർഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനകത്ത് നിങ്ങൾ വീണ്ടും ഫിൽട്ടർ ചെയ്യാൻ നിൽക്കരുത്. കാരണം ഓൾറെഡി നമ്മൾ ഇതെല്ലാം നോക്കിയിട്ട് ഇമ്പോർട്ടൻറ്റും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് തരുന്നത്. അതിനകത്ത് ഇത് ഇമ്പോർട്ടൻറ്റ്, അത് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഫിൽട്ടർ ചെയ്യാൻ നിൽക്കരുത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഒന്നുമില്ല അധികമായിട്ട് പറയുന്നത്. സോ നമുക്ക് ഓരോ സെക്ഷൻസ് ആയിട്ട് പഠിക്കാം. അപ്പോൾ ഡിഡക്ഷൻസ് ഫ്രം ഗ്രോസ് ടോട്ടൽ ഇൻകം. ഓക്കെ, deductions from gross total income under the Income Tax Act 1961 are provided in Chapter 6A, section 80C to 80U.
നമ്മൾ ഇൻകം ടാക്സ് ആക്ടിൽ 80C മുതൽ 80U വരെയുള്ള സെക്ഷൻസിലാണ് നമ്മൾ ഡിഡക്ഷൻസിനെ പറ്റി പറയുന്നത്. അതിനെ ഇൻകം ടാക്സിൽ പറയുന്നതാണ് ചാപ്റ്റർ 6A. ഓക്കെ, എന്ന് വെച്ചാൽ ആ ചാപ്റ്റർ 6Aയിലാണ്, നമുക്കറിയാലോ ഇൻകം ടാക്സ് ആക്ടിനെ ഓരോ ചാപ്റ്ററായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിനകത്ത് ചാപ്റ്റർ 6Aയിലാണ് ഈ പറയുന്ന ഡിഡക്ഷൻസിൻ്റെ എല്ലാ സെക്ഷൻസിനെയും പറ്റി പറയുന്നത്. അതുകൊണ്ടാണ് ചാപ്റ്റർ 6A ഡിഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിഡക്ഷൻസിനെ പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷൻസ് എവിടെ മുതൽ എവിടെ വരെയാണെന്ന് ചോദിച്ചാൽ 80C മുതൽ 80U വരെയാണ് ഡിഡക്ഷൻസിനെ പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷൻസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്ഷൻ 80C ആണ്. തുടക്കം തന്നെയുള്ള സെക്ഷനാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോണത്. സെക്ഷൻ 80C. സെക്ഷൻ 80C എന്താണെന്നുള്ളത്, ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം, കോൺട്രിബ്യൂഷൻ ടു പ്രൊവിഡന്റ് ഫണ്ട് എക്സെട്ര. നമുക്കറിയാം, ഞാൻ പറഞ്ഞു ഇനി നിങ്ങൾക്ക് ഒരുപാട് സെക്ഷൻസ് പഠിക്കാൻ കാണും. 80C, 80CC, 80CCE, അങ്ങനെ ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. ഓക്കെ, എല്ലാം ചിലപ്പം നമുക്ക് ഓർത്ത് വെക്കാൻ സാധിക്കില്ല. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കോഡ് കണ്ടുപിടിച്ച് പഠിക്കുക. ഇപ്പം C ആണെങ്കിൽ C ഫോർ കോൺട്രിബ്യൂഷൻ, എന്തിലേക്കുള്ള കോൺട്രിബ്യൂഷൻ, അങ്ങനെ ഓർത്ത് പഠിക്കുക. ഇപ്പം നിങ്ങൾക്ക് വരും. എന്ന് പറയുന്ന എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. അങ്ങനെ ഓരോ കോഡ് ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾക്കൊക്കെ അങ്ങനെയാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇത് ഇൻകം ടാക്സിൽ അങ്ങനെയൊക്കെ പഠിക്കണം എന്നൊന്നുമില്ല. ഇൻകം ടാക്സിൽ പറയുന്നില്ല C ഫോർ കോൺട്രിബ്യൂഷൻ, അങ്ങനെയൊന്നും പറയുന്നില്ല. നമുക്ക് പഠിക്കാൻ നമ്മളായിട്ട് കുറച്ച് കണക്ടിവിറ്റി കണ്ടുപിടിക്കുമല്ലോ. അങ്ങനെ ഞാനൊക്കെ പഠിച്ച സമയത്ത് ഞങ്ങളായിട്ട് കണ്ടുപിടിച്ച കുറച്ച് കണക്ടിവിറ്റി പോയിന്റ്സ് ആണിത്. C ഫോർ കോൺട്രിബ്യൂഷൻ, 80C എന്ന് പറഞ്ഞാൽ കോൺട്രിബ്യൂഷൻ ആണ്. എന്തിലേക്കുള്ള കോൺട്രിബ്യൂഷൻ, അങ്ങനെയൊക്കെയാണ് നമ്മൾ ഓർത്ത് വെക്കുന്നത്. നിങ്ങളത് എടുത്ത് അങ്ങനെ തന്നെ പഠിക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ ഓരോ കോഡ് വെച്ച് പഠിക്കുക. എപ്പോഴും ഈ പറയുന്ന ഡിഡക്ഷൻസ് പഠിക്കുമ്പോൾ അങ്ങനെ പഠിക്കുന്നതാണ് കുറച്ച് എളുപ്പം. അല്ല ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ തന്നെ ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ 80C ആണ് ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം, കോൺട്രിബ്യൂഷൻ ടു പ്രൊവിഡന്റ് ഫണ്ട് എക്സെട്ര. ഓക്കെ, അപ്പോൾ ആദ്യം എന്താണെന്ന് പറയാം. ഒന്നാമത്തത് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം. നമുക്കറിയാം LIC അല്ലേ. LIC പ്രീമിയം, ഇപ്പം ഞാൻ ഒരു എംപ്ലോയി ആണ്. ഓക്കെ, സാലറി ഇൻകം ഉള്ള ഒരു എംപ്ലോയി ആണ്. ഞാൻ എന്തെടുക്കുകയാണ്, LIC എടുക്കുകയാണ്. ഓക്കെ, LIC ഒന്നെങ്കിൽ എൻ്റെ പേരിലെടുക്കാം, അല്ലെങ്കിൽ എൻ്റെ സ്പൗസിൻ്റെ പേരിലെടുക്കാം, അല്ലെങ്കിൽ എൻ്റെ ഡിപ്പെൻഡൻറ്റ് ചിൽഡ്രൻ്റെ പേരിലെടുക്കാം. ആരുടെ പേരിലാണെങ്കിലും. ഓക്കെ, ഇപ്പോൾ ആരൊക്കെ വരും, ഒന്നുകിൽ സ്വന്തം പേരിൽ, ഇപ്പം ഞാനാണെങ്കിൽ എൻ്റെ പേരിൽ, ഇല്ല എൻ്റെ സ്പൗസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പം ഞാനാണെങ്കിൽ എൻ്റെ ഭർത്താവ്, ഇപ്പോൾ ഒരു പുരുഷനാണെങ്കിൽ ഭാര്യ. സ്പൗസ് എന്ന് പറഞ്ഞാൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്. ഓക്കെ, സ്പൗസിൻ്റെ പേരിലെടുക്കാം, ഡിപ്പെൻഡൻറ്റ് ചിൽഡ്രൻ്റെ പേരിലെടുക്കാം, ഫാദർ മദർ അങ്ങനെയും എടുക്കാം, അല്ലെങ്കിൽ എൻ്റെ പേരൻസിൻ്റെ പേരിലെടുക്കാം. ഓക്കെ, അപ്പോൾ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിൻ്റെ എടുക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഒരു LIC പ്രീമിയം എടുക്കുകയാണ്. ഒന്നെങ്കിൽ എൻ്റെ പേരിൽ എടുക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ 3 പേരുടെ പേരിലും എടുക്കുന്നു. എൻ്റെ പേരിലും ഹസ്ബൻഡിൻ്റെ പേരിലും കുട്ടികളുടെ പേരിലും എല്ലാവരുടെ പേരിലും കൂടി എടുക്കുന്നു. എങ്ങനെയാണെങ്കിലും ഞാൻ അങ്ങനെ എടുക്കുന്ന ലൈഫ് ഇൻഷുറൻസ് പോളിസി 1/4/2012 മുന്നേ ആണ് ഞാൻ പോളിസി എടുത്തിട്ടുള്ളത്. ആ ഒരു ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1/4/2012 മുന്നേ ആണ് ഞാൻ പോളിസി എടുത്തിട്ടുള്ളെങ്കിൽ ഞാൻ എല്ലാ വർഷവും അതിന് എന്തടയ്ക്കണം, ഒരു പീരിയോഡിക്കലായിട്ട് ഞാൻ എന്തടയ്ക്കണം, LIC എടുത്തിട്ടുണ്ടെങ്കിൽ LIC പ്രീമിയം അടയ്ക്കണം അല്ലേ. ചിലപ്പോൾ ഓരോ മാസം അടയ്ക്കേണ്ടി വരും, ചിലപ്പോൾ 3 മാസം കൂടുമ്പോഴായിരിക്കും, ചിലപ്പോൾ വർഷാവർഷമായിരിക്കും. എന്താണെങ്കിലും പീരിയോഡിക്കൽ ആയിട്ട് നമ്മൾ എന്തടയ്ക്കണം, പ്രീമിയം അടയ്ക്കണം. ഓക്കെ, അങ്ങനെ അടയ്ക്കുന്ന പ്രീമിയം എനിക്ക് എന്തായിട്ട് ക്ലെയിം ചെയ്യാം, ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാം. ഓക്കെ, ഇപ്പം ഞാൻ പ്രീമിയം ആയിട്ട് ഒരു വർഷം 1.5 ലക്ഷം രൂപ അടയ്ക്കുകയാണെന്ന് വിചാരിക്കുക. ആ 1.5 ലക്ഷം രൂപയും പ്രീമിയം ആയിട്ട് എനിക്ക് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുമോ, അതാണ് അടുത്ത ചോദ്യം. ഇല്ല, അങ്ങനെയല്ല. നമുക്ക് പ്രീമിയം, നമ്മൾ ഈ പറയുന്ന LICക്ക് അടയ്ക്കുന്ന പ്രീമിയം നമുക്ക് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാം. പക്ഷേ അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ, നമ്മൾ ഈ പോളിസി, ഈ LIC എന്നാണ് എടുത്തിട്ടുള്ളതെന്ന് നോക്കുക. ഞാൻ പോളിസി എടുത്തത് 1/4/2012 മുന്നേ ഉള്ള പോളിസിയാണ് എടുത്തിട്ടുള്ളതെങ്കിൽ എത്ര രൂപയുടെ പോളിസിയാണ് എടുത്തതെന്ന് നോക്കും. ചിലപ്പം 5 ലക്ഷത്തിൻ്റെ പോളിസി ആയിരിക്കും,
അല്ലെങ്കിൽ ചിലപ്പോൾ 2 ലക്ഷത്തിൻ്റെ പോളിസി ആയിരിക്കും. ആ പോളിസിയിൽ പറഞ്ഞിരിക്കുന്ന സം അഷ്വേർഡ് കാണുമല്ലോ, ഇത്ര ലക്ഷം രൂപയുടെ പോളിസിയാണ്. ചിലപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടായിരിക്കും, എൻ്റെ സ്പൗസിന് വേണ്ടി എടുത്തിട്ടുണ്ടായിരിക്കും, ചിൽഡ്രന് വേണ്ടി എടുത്തിട്ടുണ്ടായിരിക്കും, ഇല്ലേ? ഞങ്ങൾ എല്ലാവരുടെയും കൂടി എടുത്തിട്ടുള്ള ടോട്ടൽ പോളിസി വാല്യൂ, ഇപ്പം എൻ്റെ പേരിൽ 1 ലക്ഷം രൂപയുടെ പോളിസി എടുത്തിട്ടുണ്ട്, ഹസ്ബൻഡിൻ്റെ പേരിൽ 2 ലക്ഷം രൂപയുടെ പോളിസി എടുത്തിട്ടുണ്ട്, ചിൽഡ്രൻ്റെ പേരിൽ 2 ലക്ഷം എടുത്തിട്ടുണ്ടെങ്കിൽ മൊത്തം 5 ലക്ഷം രൂപയുടെ പോളിസിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ടോട്ടലാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഓരോരുത്തരുടെ അല്ല, മൊത്തം ഞങ്ങൾ 5 ലക്ഷം രൂപയുടെ പോളിസി എടുത്തിട്ടുണ്ട്. ഓക്കെ, ആ 5 ലക്ഷത്തിൻ്റെ 20%. ഓക്കെ, എത്രയാണെന്ന് നോക്കും. 5 ലക്ഷത്തിൻ്റെ 20% എന്ന് പറയുന്നത് 1 ലക്ഷം രൂപ. ഓക്കെ, ഇനി ഞാൻ ഒരു വർഷം കൊണ്ട് അടയ്ക്കുന്ന LIC പ്രീമിയം എത്രയാണ്? ഞാൻ പറഞ്ഞു ഒരു വർഷം ഞാൻ അടയ്ക്കുന്ന LIC പ്രീമിയം, ഇപ്പം ഈ എല്ലാ പോളിസിക്കും കൂടി ഞാൻ അടയ്ക്കുന്ന പ്രീമിയം എന്ന് പറയുന്നത് 1.5 ലക്ഷം രൂപയാണ്. ഈ പോളിസി വാല്യൂവിൻ്റെ 20% എന്ന് പറയുന്നത് എത്രയാണ്? 1 ലക്ഷം രൂപയാണ്. ഇങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ എമൗണ്ട് ആണ് ഡിഡക്ഷനായിട്ട് കിട്ടുന്നത്. ഓക്കെ, മാക്സിമം ആ പോളിസി വാല്യൂവിൻ്റെ 20% വരെ കിട്ടത്തുള്ളൂ. ഇനി ഞാൻ അടയ്ക്കുന്ന LIC പ്രീമിയം 1.5 ലക്ഷം അല്ല, 75,000 ആണെന്ന് വിചാരിക്കുക. എങ്കിൽ ഈ 75,000 ആയിരിക്കും എനിക്ക് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. അപ്പം എന്താണ് ഇവിടെ പറയുന്നത്? നമ്മൾ എടുത്ത പോളിസി എന്നാണെന്ന് നോക്കുക. ഓക്കെ, 1/4/2012 മുന്നേ ആണ് നമ്മൾ പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ ആ പോളിസീൻ്റെ 20% ഓർ നമ്മൾ അടയ്ക്കുന്ന പ്രീമിയം വിച്ച് എവർ ഇസ് ലെസ് നമുക്ക് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് LIC പ്രീമിയത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുത്തത് ഒന്നുകിൽ എൻ്റെ പേരിൽ, അല്ലെങ്കിൽ സ്പൗസിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ് ചിൽഡ്രൻ്റെ പേരിൽ, ഇങ്ങനെയുള്ള ആൾക്കാരുടെ പേരിലാണ് എടുത്തതെങ്കിൽ ആദ്യം നോക്കേണ്ടത് എന്താണ്? പോളിസി എന്നാണ് എടുത്തിട്ടുള്ളത്. പോളിസി എടുത്തത് എന്നാണ്? 1/4/2012 മുന്നേ ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര രൂപ ഡിഡക്ഷൻ കിട്ടുമെന്ന് ചോദിച്ചാൽ, ഞാൻ അടയ്ക്കുന്ന LIC പ്രീമിയം, ഒരു വർഷത്തേക്ക് ഞാൻ അടയ്ക്കുന്ന LIC പ്രീമിയം, അല്ലെങ്കിൽ ആ LIC പ്രീമിയത്തിൻ്റെ സം അഷ്വേർഡ് എത്രയാണെന്ന് നോക്കുക, അതിൻ്റെ 20% എടുക്കുക, ആ എമൗണ്ട് വിച്ച് എവർ ഇസ് ലെസ് എനിക്ക് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ രണ്ടാമതൊരു ക്വസ്റ്റ്യൻ വരുമല്ലോ, 1/4/2012 ശേഷമാണ് പോളിസി എടുത്തതെങ്കിലോ? അന്നേരവും ഉണ്ട്. 1/4/2012 ശേഷമാണ് പോളിസി എടുത്തതെങ്കിൽ ഈ പറയുന്ന 20% അല്ല, 10% ആണ് നോക്കുന്നത്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ 5 ലക്ഷം രൂപയുടെ പോളിസി ആണെങ്കിൽ അതിൻ്റെ 10% എത്ര വരും? 50,000 അല്ലേ? ഞാൻ പോളിസിയായിട്ട് ഞാൻ പ്രീമിയം അടയ്ക്കുന്നത് 1.5 ലക്ഷം രൂപയാണെങ്കിൽ എനിക്കാകെ 50,000 രൂപ ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പം സം അഷ്വേർഡിൻ്റെ 10% 50,000 ആണ്. അതായത് 5 ലക്ഷത്തിൻ്റെ 10% 50,000 ആണ്. ഞാൻ അടയ്ക്കുന്ന പ്രീമിയം 75,000 രൂപയാണ് ഞാൻ പ്രീമിയം അടയ്ക്കുന്നത്. 50,000 വരെ കിട്ടത്തുള്ളൂ, ഇല്ലേ? 1/4/2012 മുന്നേ ആയിരുന്നെങ്കിൽ 20%, 1/4/2012 ശേഷമാണ് എടുത്തിട്ടുള്ളതെങ്കിൽ 10% ഓഫ് സം അഷ്വേർഡ് ഓർ LIC പ്രീമിയം പെയ്ഡ് വിച്ച് എവർ ഇസ് ലെസ്. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഡിഡക്ഷൻ വരുന്നത്. ഇനി വേറൊരു കേസും കൂടിയുണ്ട്. ഇതിനകത്ത് നമ്മുടെ ഡിസബിലിറ്റി ഉള്ള പേഴ്സൺസിന് ഒരു ചെറിയൊരു എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. അവരുടെ പോളിസി 1/4/2013 ശേഷമാണെങ്കിൽ, 2012 അല്ല 2013, 1/4/2013 ശേഷമാണെങ്കിൽ അവർക്ക് സം അഷ്വേർഡിൻ്റെ 15% ഓർ LIC പ്രീമിയം പെയ്ഡ് വിച്ച് എവർ ഇസ് ലെസ് വരെ നമുക്ക് എന്ത് കിട്ടും? ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. അതിന് മുന്നേ ആണെങ്കിൽ 20% തന്നെയാണ്. അതിന് ശേഷമുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് 10 അല്ല അവരുടെ കാര്യത്തിൽ 15%, ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പേയ്മെന്റ് എന്താണ്? 80C അനുസരിച്ച് LIC പ്രീമിയം നമ്മൾ ഇതൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ഡിഡക്ഷനൊക്കെ കിട്ടത്തുള്ളൂ കേട്ടോ. അല്ലാതെ LIC എടുക്കാതെ നമുക്ക് ചുമ്മാ ഈ പറയുന്നത് പോലൊന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം 80C പ്രകാരം നമ്മൾ LIC എടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാം. കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. കണ്ടീഷൻസ് എന്തൊക്കെയാണ്? നമ്മുടെ എടുത്തിട്ടുള്ള LIC പ്രീമിയത്തിൻ്റെ ഡേറ്റ് നോക്കുക. ഓക്കെ, LICയുടെ ഡേറ്റ് നോക്കുക.
അത് 1/4/2012 മുന്നേ എടുത്തിട്ടുള്ള പോളിസി ആണെങ്കിൽ നമ്മൾ എടുത്തിട്ടുള്ള പോളിസി വാല്യൂ എത്രയാണ്, അതായത് സം അഷ്യൂർഡ് എത്രയാണെന്ന് നോക്കുക. അതിൻ്റെ 20% ഓർ LIC പ്രീമിയം പെയ്ഡ് വിച്ച് എവർ ഈസ് ലെസ് നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. ദെൻ 1/4/2012 ശേഷമാണ് നമ്മൾ പോളിസി എടുത്തിട്ടുള്ളതെങ്കിൽ 10% ഓഫ് സം അഷ്യൂർഡ് ഓർ LIC പ്രീമിയം പെയ്ഡ് വിച്ച് എവർ ഈസ് ലെസ് നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. ഇനി ഒരു കാര്യമുണ്ട്, നമ്മൾ ഡിസബിലിറ്റി ഉള്ള പേഴ്സൺ ആണ്, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെസിഫൈഡ് ഡിസീസ് ഉള്ള പേഴ്സൺ ആണ്. സ്പെസിഫൈഡ് ഡിസീസ് എന്താണെന്നൊക്കെ ഉള്ളത് നമ്മളിനി അടുത്ത സെക്ഷൻസ് 80DDBയിൽ വരുമ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ട് പറയും. ഇപ്പം നിങ്ങൾ കേട്ടിരുന്നോ? അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ആക്ടിൽ പറഞ്ഞിട്ടുണ്ട് സ്പെസിഫൈഡ് ഡിസീസ് എന്തൊക്കെയാണെന്നുള്ളത്. അങ്ങനെയുള്ള ഡിസീസ് ഒക്കെ ഉള്ള ആളുകളാണ്, അയാളുടെ പേരിലാണ് നമ്മൾ LIC എടുത്തിട്ടുള്ളതെങ്കിൽ അവരുടെ കേസിൽ ഒരു എക്സംഷൻ ഉണ്ട്. അവർ ആ പോളിസി എടുത്തത് 1/4/2013 ശേഷമാണെങ്കിൽ 10% അല്ല 15% ഓഫ് സം അഷ്വേർഡ് ഓർ എന്താണ് LIC പ്രീമിയം പെയ്ഡ് വിച്ച് എവർ ഇസ് ലെസ് നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. അപ്പോൾ 80C പ്രകാരം ഉള്ള ആദ്യത്തെ ഡിഡക്ഷനാണ് എന്ത്, LIC പ്രീമിയം ഉണ്ടെങ്കിൽ അതിനെടുത്തിട്ടുള്ള പേയ്മെന്റ്. രണ്ടാമത്തെ കാര്യമാണ് ഈ 80Cയിൽ പറയുന്നത് ചില കോൺട്രിബ്യൂഷൻസ് ആണ്, അതായത് നമ്മൾ കൊടുത്തിട്ടുള്ള ചില പേയ്മെന്റുകൾ നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള കുറച്ച് കോൺട്രിബ്യൂഷൻസിന്റെ കാര്യമാണ് 80Cയിൽ പറയുന്നതാണ് നമ്മൾ 80C ഫോർ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ കോൺട്രിബ്യൂഷൻ ആയിരുന്നു LICയിൽ കാശ് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പ്രീമിയം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അടുത്തൊന്നാണ് പ്രൊവിഡന്റ് ഫണ്ടിലേക്കുള്ള കോൺട്രിബ്യൂഷൻ. എന്താണ് പ്രൊവിഡന്റ് ഫണ്ട്? നമ്മൾ പഠിച്ചതാണ് അല്ലേ? പ്രൊവിഡന്റ് ഫണ്ടിലേക്കുള്ള കോൺട്രിബ്യൂഷൻ ആരുടെ കോൺട്രിബ്യൂഷൻ? എംപ്ലോയറുടെ അല്ല, എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ. പ്രൊവിഡന്റ് ഫണ്ടിലേക്കുള്ള എംപ്ലോയറുടെ കോൺട്രിബ്യൂഷനെ പറ്റിയൊക്കെ നമ്മൾ സാലറി പഠിച്ച സമയത്ത് അവിടെ വ്യക്തമായിട്ട് നമ്മൾ റിട്ടയർമെന്റ് ബെനിഫിറ്റ് ഒക്കെ പഠിച്ചപ്പോൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലേ? എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ എന്താണ് ചെയ്യേണ്ടത്, അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്താണെന്നൊക്കെ ഉള്ളത് നമ്മൾ സാലറി പഠിക്കുമ്പോൾ അവിടെ പഠിക്കുന്നതാണ്. ഇവിടെ നമ്മൾ ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യുന്നത് എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ്റെ കാര്യമല്ല ഇവിടെ പറയുന്നത്, എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ. ഓക്കെ, ഏതൊക്കെ പ്രൊവിഡന്റ് ഫണ്ടിലേക്കുള്ള എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ? സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ടിലേക്കുള്ള, അതുപോലെ തന്നെ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലേക്കുള്ള എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ, അതുപോലെ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്. നമുക്കറിയാം ഇത് ആർക്ക് വേണമെങ്കിലും ഒരു ബാങ്കിൽ ചെന്ന് ഓപ്പൺ ചെയ്യാവുന്ന പ്രൊവിഡന്റ് ഫണ്ട് ആണ് എന്ത്, പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്. ഓക്കെ, ആ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിലേക്കുള്ള ഒരാളുടെ കോൺട്രിബ്യൂഷൻ, അത് അയാളുടെ പേരിൽ തുടങ്ങിയിട്ടുള്ള PPF ആവാം, അയാളുടെ പേരിൽ തന്നെ തുടങ്ങിയിട്ടുള്ള PF അക്കൗണ്ട് ആവാം, അയാളുടെ ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ സ്പൗസിൻ്റെ പേരിൽ തുടങ്ങിയിട്ടുള്ള PPF അക്കൗണ്ട് ആവാം, അല്ലെങ്കിൽ മക്കളുടെ പേരിൽ തുടങ്ങിയിട്ടുള്ള PPF അക്കൗണ്ട്. ആരുടെ പേരിലാണെങ്കിൽ നമുക്കറിയാമല്ലോ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയുന്നത് നമുക്കിപ്പം ഈ പറയുന്ന പോലെ ഗവൺമെന്റ് എംപ്ലോയീസിനും അങ്ങനെ എംപ്ലോയർ ആർക്ക് വേണമെങ്കിലും ഒരു ബാങ്കിൽ ചെന്ന് ഓപ്പൺ ചെയ്യാവുന്ന ഒന്നാണ് എന്ത്, പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ അത് സ്വന്തം പേരിൽ ഓപ്പൺ ചെയ്യാം, സ്പൗസിൻ്റെ പേരിൽ ഓപ്പൺ ചെയ്യാം, ചിൽഡ്രൻ്റെ പേരിൽ ഓപ്പൺ ചെയ്യാം. ആരുടെ പേരിൽ ഓപ്പൺ ചെയ്തിട്ടുള്ളതാണെങ്കിലും അതിലേക്ക് നമ്മൾ കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ അത് നമുക്ക് എന്താണ് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാം. അപ്പോൾ എന്താണ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട്, റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്, പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്. ഇപ്പോൾ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് ഓർത്ത് വെച്ചോണം, സ്വന്തം പേരിൽ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് ആണെങ്കിൽ മാത്രമല്ല സ്പൗസിൻ്റെ പേരിലാവാം, ചിൽഡ്രൻ്റെ പേരിലാവാം. ഓക്കെ, ആരുടെ പേരിലാണെങ്കിലും അതിലേക്ക് നടത്തുന്ന കോൺട്രിബ്യൂഷൻ നമുക്ക് സെക്ഷൻ 80C പ്രകാരം ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാം. എത്രയാണോ നമ്മൾ കോൺട്രിബ്യൂഷൻ നടത്തുന്നത് ആ എമൗണ്ട് തന്നെ നമുക്ക് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാം. ദെൻ മൂന്നാമത്തതാണ് സൂപ്പർ ആനുവേഷൻ ഫണ്ട്. എന്താണ് നമുക്കറിയാം, സൂപ്പർ ആനുവേഷൻ ഫണ്ടും നിങ്ങൾ എന്താണെന്ന് പഠിച്ചതാണ്. അപ്പോൾ ആ പറയുന്ന പോലുള്ള അപ്രൂവ്ഡ് ആയിട്ടുള്ള സൂപ്പർ ആനുവേഷൻ സ്കീമിലേക്ക് എംപ്ലോയി എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ നടത്തുന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാം. അപ്പം ആദ്യം പറഞ്ഞ LIC പ്രീമിയം മാത്രമേ ഉള്ളൂ നമുക്ക് കുറച്ച് ഓർത്തിരിക്കാൻ, ആ ഡേറ്റും ആ പെർസെൻറ്റേജും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഓർത്തിരിക്കാൻ. ബാക്കിയെല്ലാം ഓരോ ഫണ്ടുകളിലേക്കുള്ള കോൺട്രിബ്യൂഷൻസ് ആണ്. ആ എമൗണ്ട് എത്രയാണോ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഫുള്ള് നമുക്ക് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാവുന്നതാണ്. സോ ആ ഫണ്ടുകൾ ഏതൊക്കെയാണെന്ന് മാത്രം നമ്മളൊന്ന് ഓർത്ത് വെച്ചാൽ മതി.
ഓക്കെ, അപ്പോൾ ഇനി ആ ഫണ്ടുകളുടെ പേര് മാത്രമേ പറയുന്നുള്ളൂ, അല്ലാതെ അതിനകത്ത് പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല. ഇന്ന ഫണ്ട്, ഇപ്പോൾ സുകന്യ സമൃദ്ധി അക്കൗണ്ടിലേക്കുള്ള കോൺട്രിബ്യൂഷൻ നമുക്ക് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യും. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. ഏതൊക്കെ ഫണ്ടുകളിലേക്കുള്ള കോൺട്രിബ്യൂഷനാണ് നമുക്ക് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് എന്നാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ LICയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ നമുക്ക് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാം, പക്ഷെ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷനാണ് നമ്മൾ പഠിച്ചത്. ദെൻ പ്രൊവിഡന്റ് ഫണ്ടിലേക്കുള്ള കോൺട്രിബ്യൂഷൻ നമുക്ക് പ്രൊവിഡന്റ് ഫണ്ടിലേക്കുള്ള എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ നമുക്ക് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാം. നമ്മൾ പറഞ്ഞു റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടും സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ടും അതുപോലെ തന്നെ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടും നമുക്ക് അതിനകത്തോട്ട് എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം, ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാം. ദെൻ അപ്രൂവ്ഡ് സൂപ്പർ ആനുവേഷൻ ഫണ്ടിലേക്കുള്ള, അതായത് അപ്രൂവ്ഡ് സൂപ്പർ ആനുവേഷൻ സ്കീം പ്രകാരം ഏതെങ്കിലും ഫണ്ടിലേക്ക് എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ ആ കോൺട്രിബ്യൂട്ടഡ് എമൗണ്ട് നമുക്ക് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാം. ദെൻ നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റ്, അതായത് നമ്മുടെ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്നതാണ് നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റ്. അതിൻ്റെ NSC നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റിൽ ഏതാണ് 8th ഇഷ്യൂ 9th ഇഷ്യൂ അതിനകത്ത് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാം. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ, അതൊരു മ്യൂച്വൽ ഫണ്ട് പോലെയുള്ളതാണ്. അതിനകത്തേക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ, അതും ആരുടെ പേരിലാവാം, സ്വന്തം പേരിലാവാം, സ്പൗസിൻ്റെ പേരിലാവാം, ചിൽഡ്രൻ്റെ പേരിലാവാം. ഇൻഷുറൻസ് പ്ലാൻ അല്ലേ, സോ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ എടുത്തിട്ടുണ്ട്, അത് സ്വന്തം പേരിലെടുത്തതോ സ്പൗസിൻ്റെ പേരിലെടുത്തോ അല്ലെങ്കിൽ എല്ലാവരുടെ പേരിലും എടുത്തിട്ടുണ്ടെങ്കിൽ ആ കോൺട്രിബ്യൂഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാം. ദെൻ അടുത്തതാണ് എന്ത്, ട്യൂഷൻ ഫീസ്. ട്യൂഷൻ ഫീസ് നമുക്കിപ്പം എനിക്ക് 2 കുട്ടികളുണ്ട്, ആ 2 കുട്ടികളുടെയും പഠനത്തിന് വേണ്ടിയിട്ട് ഞാൻ ഏതെങ്കിലും അപ്രൂവ്ഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ഞാൻ ട്യൂഷൻ ഫീസ് പേ ചെയ്യുകയാണ്. 2 കുട്ടികളുടെ വരെ പറ്റത്തുള്ളൂ, 5-6 കുട്ടികളൊക്കെ ഉണ്ട്, അവരുടെ എല്ലാവരുടെയും ട്യൂഷൻ ഫീസൊന്നും നമുക്ക് റിഡക്ഷനായിട്ട് കൊടുക്കാൻ പറ്റത്തില്ല, മാക്സിമം 2 പേരുടെ. ഓക്കെ, അപ്പോൾ 2 കുട്ടികളുണ്ട്, 2 കുട്ടികളുടെ ട്യൂഷൻ ഫീസാണ്, അല്ലാതെ നമ്മൾ അവിടെ കൊണ്ട് ചേർക്കുമ്പോൾ ഡൊണേഷൻ കൊടുക്കുന്നു, അവർക്ക് ഡെവലപ്മെൻറ്റ് ഫീസ് കൊടുക്കുന്നു, ബിൽഡിംഗ് ഫണ്ട് കൊടുക്കുന്നു, ഇതൊന്നും അല്ല. അവരെ പഠിപ്പിക്കാൻ വേണ്ടി നമുക്കറിയാം, നമുക്ക് സ്കൂളിൽ നിന്ന് റെസിപ്റ്റ് തരുമ്പോൾ ചിലപ്പം ഡൊണേഷൻ ഇത്ര, അങ്ങനെ ഒരു ഇതുകൾ കാണും അല്ലേ, ഡൊണേഷൻ ഇത്ര, ബിൽഡിംഗ് ഫണ്ടിലേക്ക് ഇത്ര, ഇന്നതിന് ഇത്ര, സ്റ്റാമ്പിന് ഇത്ര, ട്യൂഷൻ ഫീസിന് ഇത്ര, അങ്ങനെ ഓരോന്നാണ്. അതിനകത്ത് ആ ട്യൂഷൻ ഫീസിന് വേണ്ടി കൊടുത്തിരിക്കുന്ന പേയ്മെൻറ്റ്, ഓക്കെ, മാക്സിമം 2 കുട്ടികളുടെ വരെ പറ്റത്തുള്ളൂ. ആ ട്യൂഷൻ ഫീസിന് വേണ്ടി ഏതെങ്കിലും സ്കൂൾസിലോ കോളേജസിലോ യൂണിവേഴ്സിറ്റിയിലോ മറ്റുള്ള അപ്രൂവ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കോ കുട്ടികളുടെ പഠനത്തിന് വേണ്ടി ട്യൂഷൻ ഫീസ് അടച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാം. ട്യൂഷൻ ഫീസ് എന്ന് വരുമ്പോൾ അതിനകത്ത് ഡൊണേഷനോ ക്യാപിറ്റേഷൻ ഫണ്ടോ മറ്റുള്ള ഡെവലപ്മെൻറ്റ് ഫീസോ ഒന്നും വരുന്നില്ല, ഓൺലി പ്യുവർലി ട്യൂഷൻ ഫീസ് മാത്രം. അതുപോലെ തന്നെ നമ്മൾ തൊട്ടപ്പുറത്തെ വീട്ടിൽ ട്യൂഷന് വിട്ടിട്ട് അവിടെ നമ്മൾ ട്യൂഷൻ ഫീസ് കൊടുത്തു, അതൊന്നുമല്ല. നമ്മളെ അപ്രൂവ്ഡ് ആയിട്ടുള്ള സ്കൂൾസിൽ നമുക്കെല്ലാം ബില്ല് വേണം അല്ലേ, നമുക്ക് വൗച്ചേഴ്സ് വേണം. സ്കൂൾസിൽ അപ്രൂവ്ഡ് ആയിട്ടുള്ള കോളേജസിൽ യൂണിവേഴ്സിറ്റീസിൽ അങ്ങനെയുള്ള അപ്രൂവ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇന്ത്യയിലുള്ള അപ്രൂവ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നമ്മൾ മക്കളെ വിട്ട് പഠിപ്പിക്കുകയാണ്. മാക്സിമം 2 കുട്ടികൾക്ക് വരെ നമുക്ക് കിട്ടും. മക്കളെ വിട്ട് പഠിപ്പിക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ട്യൂഷൻ ഫീസ് ആയിട്ട് കൊടുക്കുന്ന പേയ്മെൻറ്റ് നമുക്ക് ATC പ്രകാരം നമുക്ക് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാം. ട്യൂഷൻ ഫീസ് എന്ന് പറയുമ്പോൾ ട്യൂഷൻ ഫീസ് മാത്രമേ വരുന്നുള്ളൂ. ഡൊണേഷൻ കൊടുക്കുന്നതോ ക്യാപിറ്റേഷൻ ഫീ കൊടുക്കുന്നതോ ബിൽഡിംഗ് ഫണ്ട് കൊടുക്കുന്നതോ ഡെവലപ്മെൻറ്റ് ഫീസ് കൊടുക്കും മറ്റൊരു ചാർജുകളും ഇതിനകത്ത് ഉൾപ്പെടുന്നില്ല, ഓൺലി പ്യുവർലി ട്യൂഷൻ ഫീസ്. ഓക്കെ, ദെൻ അടുത്തൊരു കോൺട്രിബ്യൂഷനാണ് ഹോം ലോണിൻ്റെ റീപേയ്മെൻറ്റ്. നമ്മൾ എന്താണ്, വീട് വെക്കാൻ വേണ്ടിയിട്ടൊരു ഹോം ലോൺ എടുക്കുകയാണ് അല്ലേ, ഏതെങ്കിലും അപ്രൂവ്ഡ് ആയിട്ടുള്ള സ്പെസിഫൈഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ, ബാങ്കുകളിൽ നിന്നോ LICയിൽ നിന്നോ നാഷണൽ ഹൗസിംഗ് ബോർഡ് ഏജൻസി, അങ്ങനെ അപ്രൂവ്ഡ് ആയിട്ടുള്ള സ്പെസിഫൈഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും നമ്മൾ വീട് വെക്കാൻ വേണ്ടിയിട്ട് ലോൺ എടുക്കുകയാണ്. ഓക്കെ, ഒരു ഹൗസ് പ്രോപ്പർട്ടി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലോൺ എടുക്കുകയാണ്. ആ ലോൺ എടുത്തിട്ട് നമ്മൾ അതിന് കൊടുക്കുന്ന റീപേയ്മെൻറ്റ് ഉണ്ടല്ലോ, ഇപ്പോൾ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നമ്മൾ അടയ്ക്കുമല്ലോ, തിരിച്ചടയ്ക്കുമല്ലോ, ആ റീപേയ്മെൻറ്റ് നമുക്ക് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കും. നമ്മൾ തിരിച്ചടയ്ക്കുന്ന തുക നമുക്ക് എന്തായിട്ട് അടയ്ക്കാൻ പറ്റും, റീപേയ്മെൻറ്റ് നമുക്ക് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാം. ദെൻ നമ്മൾ പോസ്റ്റ് ഓഫീസിൽ ടൈം ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുകയാണ്. ഓക്കെ,
5-year പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഓഫീസിലൊരു സ്പെസിഫൈഡ് അക്കൗണ്ട് ഉണ്ട്. അത് അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്തോട്ട് നമ്മൾ കോൺട്രിബ്യൂഷൻ നടത്തുകയാണെങ്കിൽ അതും നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാവുന്നതാണ്. ദെൻ അടുത്തതാണ് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം SCSS 2004. സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം 2004. ആ സ്കീം പ്രകാരം നമുക്കറിയാം ബാങ്കുകളിലും പോസ്റ്റ് ഓഫീസുകളിലും ഒക്കെ ഇങ്ങനെയുള്ള അക്കൗണ്ടുകളുണ്ട് അല്ലേ, പലതരത്തിലുള്ള അക്കൗണ്ടുകളുണ്ട്. അതിലൊന്നാണ് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം 2004. ഈ അക്കൗണ്ട് അല്ലെങ്കിൽ ഈ സ്കീമിലേക്ക് നമ്മളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തു, അതിനകത്തേക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ചെയ്യുന്ന എമൗണ്ട്, അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ടും ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. സുകന്യ സമൃദ്ധി അക്കൗണ്ട് അറിയാവുന്നതാണ് എല്ലാവർക്കും. നമ്മൾ സുകന്യ സമൃദ്ധി അക്കൗണ്ട് എടുത്തിട്ടുണ്ട്. എനിക്കൊരു മോളുണ്ട്, മോളുടെ പേരിൽ എന്താണ് സുകന്യ സമൃദ്ധി അക്കൗണ്ട് എടുത്തിട്ടുണ്ട്. ആ അക്കൗണ്ടിലേക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്. നമ്മൾ പേരൻ്റ് അല്ലെങ്കിൽ ലീഗൽ ഗാർഡിയൻ ആണല്ലോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ആ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. ദെൻ ഗവൺമെൻറ്റിൻ്റെ ടയർ 2 NPS അക്കൗണ്ട് ഉണ്ട്. ഓക്കെ, ടയർ 2 സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസിന് വേണ്ടിയിട്ടുള്ള ടയർ 2 NPS അക്കൗണ്ട് ഉണ്ട്. അത് എന്താണ്, അതിനകത്തേക്കുള്ള കോൺട്രിബ്യൂഷനും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാം. അപ്പോൾ എന്തൊക്കെയാണ്, നമ്മൾ ഏകദേശം ഒരു 11 പറഞ്ഞു അല്ലേ ഇപ്പോൾ. അപ്പോൾ എന്തൊക്കെ ഒരു കോൺട്രിബ്യൂഷനാണ് 80Cയിൽ പറയുന്ന കുറേ പേയ്മെൻറ്റുകളെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ കുറച്ച് കോൺട്രിബ്യൂഷൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഈ പറയുന്ന കോൺട്രിബ്യൂഷൻസ് എല്ലാം നമുക്ക് 80C പ്രകാരം ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാവുന്നതാണ്. അതിനകത്ത് ഒന്നാമത്തതാണ് LIC പ്രീമിയം അല്ലേ. LIC പ്രീമിയം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ദെൻ അടുത്തത് പ്രൊവിഡൻറ്റ് ഫണ്ട്. പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്കുള്ള കോൺട്രിബ്യൂഷൻ നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാമെന്ന് പറഞ്ഞു. ദെൻ അപ്രൂവ്ഡ് സൂപ്പർ ആനുവേഷൻ ഫണ്ട് അല്ലേ, അപ്രൂവ്ഡ് സൂപ്പർ ആനുവേഷൻ സ്കീമിലേക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് 8th and 9th ഇഷ്യൂവിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. ദെൻ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാനിലേക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്, ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്, അതിനകത്തേക്ക് നടത്തുന്ന കോൺട്രിബ്യൂഷൻ നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. ദെൻ ട്യൂഷൻ ഫീസ്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു അപ്രൂവ്ഡ് സ്കൂളിലോ കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ മറ്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് നമ്മൾ പിള്ളേരുടെ പഠനത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ട്യൂഷൻ ഫീസ് നമുക്ക് എന്ത് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാം. ട്യൂഷൻ ഫീസ് മാത്രമാണ് ഇതിനകത്ത്, ഡൊണേഷനും ക്യാപിറ്റേഷൻ ഫീയും ഡെവലപ്മെൻറ്റ് ഫീയും മറ്റൊരു തരത്തിലുള്ള ഫണ്ടുകളും വരുന്നില്ല. ദെൻ നമ്മൾ വീട് വെക്കാൻ വേണ്ടിയിട്ട് ലോൺ എടുത്തു, അതിൻ്റെ റീപേയ്മെൻറ്റ് നമുക്ക് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാം. ദെൻ പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റ്, 5 വർഷത്തെ പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്തോട്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്. ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് നമുക്ക് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാം. ദെൻ സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം 2004, അത് അങ്ങനെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിനകത്തോട്ട് ഡെപ്പോസിറ്റ് ചെയ്യാണ്, നമുക്ക് എന്ത് ചെയ്യാം, ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാം. സുകന്യ സമൃദ്ധി അക്കൗണ്ട്, ഗേൾ ചൈൽഡിൻ്റെ പേരിൽ സുകന്യ സമൃദ്ധി അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്തോട്ട് കോൺട്രിബ്യൂഷൻ നടത്തുകയാണ്, അതും നമുക്ക് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാം. ദെൻ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസിന് വേണ്ടിയിട്ടുള്ള NPS അക്കൗണ്ട് ടയർ 2 കോൺട്രിബ്യൂഷൻ നടത്തുവാണെങ്കിൽ അതും നമുക്ക് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാം. അപ്പം നിങ്ങൾ ചോദിക്കും, ഇത്രയും ചിലപ്പോൾ ഒരാൾ ഇതിനകത്ത് ചിലപ്പോൾ 5ഉം 6ഉം അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരിക്കും. സുകന്യ സമൃദ്ധി ഉണ്ട്, സീനിയർ സിറ്റിസൺസിൻ്റെ ഉണ്ട്, അല്ലെങ്കിൽ ഇൻഷുറൻസ് പ്രീമിയം ഉണ്ട്, പ്രോവിഡൻറ്റ് ഫണ്ട് ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം കൂടി ഒരു 5-6 ലക്ഷം രൂപ അയാൾ കോൺട്രിബ്യൂഷൻ നടത്തുന്നുണ്ടെങ്കിൽ ഈ 5-6 ലക്ഷം രൂപയും ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇതിപ്പോൾ ഇയാൾ ഈ 11 എണ്ണത്തിലും കോൺട്രിബ്യൂഷൻ നടത്തുന്നുണ്ട്, പോട്ടെ ഒരു 5-6 എണ്ണത്തിൽ ഇയാൾ കോൺട്രിബ്യൂഷൻ നടത്തുന്നുണ്ടെങ്കിലും അയാൾക്ക് എല്ലാം കൂടി മാക്സിമം അനുവദിച്ച് കിട്ടുന്ന ക്വാണ്ടം ഓഫ് ഡിഡക്ഷൻ 1.5 ലക്ഷം രൂപയെ വരും. ഈ പറയുന്ന LIC പ്രീമിയത്തിലേക്ക് കോൺട്രിബ്യൂഷൻ നടത്തുന്നുണ്ട്. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരം അയാൾക്ക് LIC പ്രീമിയത്തിൽ നിന്ന് മാത്രം 1 ലക്ഷം രൂപ അയാൾക്ക് ഡിഡക്ഷൻ കിട്ടുന്നു. സൂപ്പർ ആനുവേഷൻ ഫണ്ടിലേക്ക് അയാൾ കോൺട്രിബ്യൂഷൻ നടത്തുന്നുണ്ട്, അതിനകത്ത് നിന്ന് ഒരു 50,000 രൂപ അയാൾക്ക് ഡിഡക്ഷൻ കിട്ടും. അപ്പോൾ രണ്ടും കൂടി തന്നെ ഇപ്പോൾ 1.5 ലക്ഷം രൂപയായി. സുകന്യ സമൃദ്ധി അക്കൗണ്ട് ഉണ്ട്, അതിനകത്തോട്ട് അയാൾ ഒരു വർഷം കോൺട്രിബ്യൂഷൻ നടത്തുന്നുണ്ട്, അതിനകത്തോട്ട് ഒരു വർഷം നടത്തുന്ന കോൺട്രിബ്യൂഷൻ 50,000 രൂപ വരും. ഇപ്പോൾ ടോട്ടൽ 2 ലക്ഷമായി. ദെൻ അയാൾക്ക് എന്തുണ്ട്, യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ ഉണ്ട്, അതിനകത്തോട്ട് കോൺട്രിബ്യൂഷൻ നടത്തുന്നുണ്ട്, അതുമുണ്ട് ഒരു 50,000. ഇപ്പം എല്ലാം കൂടെ ഒരു 2.5 ലക്ഷം രൂപയായി. ഈ 2.5 ലക്ഷം രൂപയും ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. മാക്സിമം എല്ലാത്തൊന്നും കൂടി 1.5 ലക്ഷമേ പറ്റത്തുള്ളൂ.
അത് ഈ ഒരു സെക്ഷൻ മാത്രമല്ല, 80C എന്ന് പറയുന്ന സെക്ഷൻ, 80CCC എന്ന് പറയുന്ന സെക്ഷൻ, 80CCD സബ്സെക്ഷൻ 1, ഇതിനകത്തുനിന്ന് എല്ലാത്തിനകത്തുനിന്നും കൂടി 1.5 ലക്ഷം രൂപ മാത്രമേ നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. ടോട്ടൽ ഡിഡക്ഷൻ 1.5 ലക്ഷമേ പറ്റത്തുള്ളൂ. അപ്പോൾ ഏതാ 80Cയിൽ നിന്ന് മാത്രമല്ല 1.5. അപ്പം നിങ്ങൾ ആലോചിക്കുക 80Cയിൽ നിന്ന് മാത്രം 1.5, ഇനി അടുത്ത 80CC ഉണ്ടല്ലോ, CCCC ഉണ്ടല്ലോ, അതിനകത്തുനിന്നും ചിലപ്പോൾ 1.5 കിട്ടും. അപ്പോൾ എല്ലാം കൂടെ അങ്ങനെയല്ല, 80C പ്ലസ് 80CCC പ്ലസ് 80CCD സബ്സെക്ഷൻ 1 എല്ലാത്തിനും കൂടി മാക്സിമം 1.5 ലക്ഷമേ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതെന്താണ്, അതൊക്കെ നമുക്ക് പഠിക്കാം. ഇപ്പോൾ 80C പഠിച്ചില്ലേ, അതവിടെ നിന്നോട്ടെ. ഇപ്പം 80C എല്ലാം കൂടി എത്രയേ പറ്റത്തുള്ളൂ? 1.5 പറ്റത്തുള്ളൂ. ഇപ്പം 1.5 തന്നെ കിട്ടാൻ വലിയ പാടാണ് അല്ലേ? അപ്പം ഇത്രയും കാര്യങ്ങൾ 80Cയിൽ ഏതൊക്കെ സ്കീമിലേക്ക്, ഏതൊക്കെ അക്കൗണ്ടിലേക്ക്, ഏതൊക്കെ കാര്യങ്ങളിലേക്കുള്ള കോൺട്രിബ്യൂഷൻ ആണെന്ന് ഓർത്ത് വെക്കുക എന്നുള്ളതാണ് പ്രധാനം. അതിനകത്ത് LICയുടെ ആണ് കുറച്ചും കൂടി നമുക്ക് ഓർത്ത് വെക്കാം. LICയും ട്യൂഷൻ ഫീസും, അതിനാണ് കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് അല്ലാതെ ഉള്ളത്. ബാക്കി ഏതൊക്കെ അക്കൗണ്ടിലേക്കാണ് കോൺട്രിബ്യൂഷൻ വരുന്നത് എന്നുള്ളതാണ്. സോ 80C ഇപ്പോൾ നിങ്ങൾ ഓക്കെ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ 80C നമ്മൾ പഠിച്ചു. അടുത്ത സെക്ഷനാണ് സെക്ഷൻ 80CCC, 3C അല്ലേ? എന്തുവാണ്? ഡിഡക്ഷൻ ഫോർ കോൺട്രിബ്യൂഷൻ ടു സർട്ടൻ പെൻഷൻ ഫണ്ട്സ്. ഇത് അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു 80C എന്താണെന്നൊക്കെ പറഞ്ഞു. ഈ 80CCC എന്ന് പറഞ്ഞാൽ ആന്വിറ്റി പെൻഷൻ ഉണ്ട്. അതായത് ആന്വിറ്റി, ഇപ്പോൾ LIC അതുപോലുള്ള മറ്റ് ഇൻഷുറൻസ് അപ്രൂവ്ഡ് ആയിട്ടുള്ള മറ്റ് ഇൻഷുറൻസ് കമ്പനീസ് ഒക്കെ അവർക്ക് പല പല ഇൻഷുറൻസ് പ്ലാനുകൾ ഉണ്ടാവുമല്ലോ. അതിനകത്തൊന്നാണ് ആന്വിറ്റി പ്ലാൻ അല്ലേ? ഇപ്പം ജീവൻ രക്ഷ ആന്വിറ്റി പ്ലാൻ എന്നൊക്കെ പറഞ്ഞ LICയുടെ ഉണ്ട്. അങ്ങനെയുള്ള ആന്വിറ്റി പ്ലാനിലേക്ക് നടത്തുന്ന കോൺട്രിബ്യൂഷൻ, ഇതെന്താ ആന്വിറ്റി പ്ലാൻ എന്ന് ഞാൻ ആദ്യം പറഞ്ഞു തരാം. ഇപ്പം നമുക്ക് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരൊക്കെ പിരിഞ്ഞു പോകുമ്പോൾ അവർക്കൊരു എമൗണ്ട് ചിലപ്പം PF എന്നോ എങ്ങനെയെങ്കിലും, അല്ലെങ്കിൽ ഗ്രാറ്റുവിറ്റി ആയിട്ടോ, ഇപ്പം ഗ്രാറ്റുവിറ്റി ഒന്നുമില്ല എന്നാലും അവർക്ക് അങ്ങനെയൊക്കെ കുറച്ച് ഫണ്ടുകൾ കിട്ടുമല്ലോ. ഇപ്പം ചിലപ്പം 10-30 ലക്ഷമൊക്കെ കിട്ടുന്നവരൊക്കെ ഉണ്ടാവും. എന്തായാലും ഒരു ബൾക്ക് എമൗണ്ട് അവർക്ക് കിട്ടും. അപ്പോൾ അവരിതെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ പറയുന്ന LICയിലോ മറ്റുള്ള ഇൻഷുറേഴ്സിൻ്റെ ഒക്കെ അടുത്ത് ഇതുപോലുള്ള ആന്വിറ്റി പ്ലാൻ പ്രകാരം കൊണ്ടുവന്ന് നിക്ഷേപിക്കും. ഇതിങ്ങനെ എന്തിനാണ് നിക്ഷേപിക്കുന്നതെന്ന് വെച്ചാൽ ഇവരിതിങ്ങനെ കൊണ്ടുവന്ന് നിക്ഷേപിക്കുമ്പോൾ ഈ LIC എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പം 1.5 ലക്ഷം രൂപയാണ് ഇവർ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നതെങ്കിൽ ഈ ആന്വിറ്റി പ്ലാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവർക്ക് മാസാമാസം പെൻഷൻ കൊടുക്കുന്നത് പോലെ ആ നിക്ഷേപിച്ച തുകയും അതിനൊരു റിട്ടേൺ പോലെ എന്തെങ്കിലും ഒരു പെർസെൻറ്റേജ് കാണും. അതനുസരിച്ച് ഇവർക്ക് ഇങ്ങനെ മാസാമാസം ഇല്ല പെൻഷൻ കിട്ടുന്നത് പോലെ ഇങ്ങനെ LIC ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അതാണ് ആന്വിറ്റി പ്ലാൻ. അപ്പം വലിയ വലിയ തുകയൊക്കെ കിട്ടുന്നവനിങ്ങനെ ആന്വിറ്റി പ്ലാൻ പ്രകാരം നിക്ഷേപിക്കുമ്പോൾ അവർക്ക് മാസാമാസം ഒരു തുകയും അതിനൊരു പലിശയും പോലെയൊക്കെ ചെറിയൊരു എമൗണ്ട് അവർക്ക് ഇങ്ങനെ പെൻഷൻ പോലെ ഇത്ര നാളത്തേക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം അങ്ങനെയാണ് ഈ ആന്വിറ്റി പ്ലാൻ പ്രകാരം കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള നിക്ഷേപം, ഇങ്ങനെ അവർക്ക് കിട്ടുന്ന നിക്ഷേപം അവർക്ക് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാം. അപ്പം അവർ ഈ ആന്വിറ്റി പ്ലാനിലേക്ക് അവർക്ക് ഈ മാസാമാസം കിട്ടുന്നതല്ല ചെയ്യുന്നത്, മാസാമാസം കിട്ടുന്ന എമൗണ്ട് അല്ല അവർക്ക് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. എത്ര രൂപയാണോ അവർ ആന്വിറ്റി പ്ലാൻ പ്രകാരം നിക്ഷേപിച്ചിരിക്കുന്നത്, ഇപ്പോൾ 1.5 ലക്ഷം രൂപയാണ് LICയുടെ ആന്വിറ്റി പ്ലാൻ പ്രകാരം അവർ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, ആ 1.5 ലക്ഷം രൂപയാണ് അവർക്ക് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ 1.5 ലക്ഷം രൂപ കൊണ്ട് കൊടുത്തിട്ട് മാസാമാസം 5,000 രൂപ വെച്ച് കിട്ടുകയാണ്. ആ 5,000 രൂപയല്ല ഡിഡക്ഷൻ, അവരെത്രയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്, ആ പ്ലാൻ പ്രകാരം അവരെത്ര രൂപയുടെ പോളിസിയിലാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്, ആ എമൗണ്ട് ആണ് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. 80CCCയുടെ ഒരു പ്രത്യേകത ഇൻഡിവിജ്വൽസിന് മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ളതാണ്, കാരണം പെൻഷൻ ഫണ്ട് ആണല്ലോ. പക്ഷേ HUF മറ്റേ 80C ആണെങ്കിൽ HUFനും ആപ്ലിക്കബിൾ ആണ്, കാരണം കർത്തയുടെ LIC ഒക്കെ എടുക്കുകയാണെങ്കിൽ കർത്തയ്ക്കും പറ്റും. അപ്പോൾ 80C ഇൻഡിവിജ്വൽസിനും HUFനും ആപ്ലിക്കബിൾ ആണ്. 80CCCയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽസിന് മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ള സെഷനാണ്. ഓക്കെ, ഇത് എന്താണെന്ന് വെച്ചാൽ LICയുടെയോ മറ്റ് ഇൻഷുറേഴ്സിൻ്റെയോ ഒക്കെ ആന്വിറ്റി പ്ലാനിലേക്ക് നടത്തിയിരിക്കുന്ന കോൺട്രിബ്യൂഷൻ, ഇതേപോലെ പെൻഷൻ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് LIC ആവാം, ഏതെങ്കിലും അപ്രൂവ്ഡ് ഇൻഷുറേഴ്സ് ആവാം, എവിടെയെങ്കിലും നടത്തിയിട്ടുള്ള കോൺട്രിബ്യൂഷൻ അവർക്ക് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാം. എത്ര വരെ പക്ഷേ പറ്റത്തുള്ളൂ?
1.5 ലക്ഷം അല്ലെങ്കിൽ വിച്ച് എവർ ഇസ് ലോവർ. എമൗണ്ട് ആക്ച്വലി പെയ്ഡ് ഓർ ₹1,50,000 വിച്ച് എവർ ഇസ് ലോവർ എന്നാണ്. അപ്പം ഞാൻ LICയുടെ ഈ ജീവൻ രക്ഷാ പ്രീമിയം ആന്വിറ്റി പ്ലാൻ പ്രകാരം ഞാൻ നിക്ഷേപിച്ചത് 3 ലക്ഷം രൂപയാണ്. എനിക്ക് എത്ര വരെ ഡിഡക്ഷൻ കിട്ടും? 1.5 വരെ കിട്ടും. ഈ പ്ലാൻ പ്രകാരം ഞാൻ നിക്ഷേപിച്ചത് 75,000 രൂപയാണ്. എത്രയേ കിട്ടൂ? 75,000 കിട്ടും. മാക്സിമം 1.5 അല്ലെങ്കിൽ എമൗണ്ട് ആക്ച്വലി പെയ്ഡ് ഓർ 1,50,000 വിച്ച് എവർ ഈസ് ലെസ് മാത്രമേ നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റൂ. പിന്നെയും ഉണ്ടൊരു കണ്ടീഷൻ. ഈ 80CCCയും 80Cയും രണ്ടും കൂടി എടുക്കുമ്പോഴും മാക്സിമം 1.5 കിട്ടും. ഇപ്പോൾ 80C പ്രകാരം നമുക്കൊരു ഡിഡക്ഷൻ 80,000 രൂപ ഉണ്ടെന്ന് വിചാരിക്കുക. 80C പ്രകാരം എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 80,000 രൂപ നമുക്ക് ഡിഡക്ഷൻ കിട്ടി. 80CCC പ്രകാരം, അതായത് ഈ സെക്ഷൻ പ്രകാരം ഒരു 80,000 രൂപ ഇവിടെയും ഉണ്ട്. അപ്പം നോക്കാൻ നേരത്ത് 80CC പ്രകാരം 1.5 ലക്ഷം രൂപ വരെ പോവാമല്ലോ, 80C പ്രകാരം 1.5 ലക്ഷം രൂപ വരെ പോവല്ല. അങ്ങനെയല്ല, ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 1,60,000 രൂപ കിട്ടും അല്ലേ? മാക്സിമം എത്ര വരെ പറ്റൂ? 1.5 ലക്ഷം രൂപ വരെ പറ്റൂ. ഈ ഓരോന്നിനും 1.5 അല്ല, 80C പ്ലസ് 80CC പ്ലസ് 80CC D സബ്സെക്ഷൻ 1 ഇതെല്ലാം കൂടി എത്രയേ പറ്റത്തുള്ളൂ? 1.5 പറ്റത്തുള്ളൂ. ഓരോന്നിലും 1.5. ഇപ്പം ഇവിടെ 80C പ്രകാരം നിങ്ങൾ നോക്കാൻ നേരത്ത് 1.80 കിട്ടി. 1.5 എടുക്കൂ. ഓരോ സെക്ഷൻ പ്രകാരവും 1.5 എടുക്കൂ. 80CC പ്രകാരം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോഴത്തേക്കും 80,000. അപ്പോൾ ഇപ്പം എന്ത് ചെയ്യും? ടോട്ടൽ 80,000 തന്നെ എടുക്കും. ഇപ്പം ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 2,30,000 വന്നു. അപ്പോഴും എത്ര എടുക്കൂ? രണ്ടും കൂടെ ആണെങ്കിലും 1.5 ലക്ഷം എടുക്കും. ഓക്കെ, അപ്പം മാക്സിമം 1.5 ലക്ഷം രൂപ വരെ കിട്ടത്തുള്ളൂ എത്രയൊക്കെ ആണെങ്കിലും. ഓക്കെ, അപ്പം അതാണ് 80CCC. ഈ 80CCCയുടെ വേറൊരു കാര്യം കൂടി ഉണ്ട്, കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഒന്നാമത്തത്, ഈ ആന്വിറ്റി പ്ലാൻ പ്രകാരം ഇവർ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്ന ഈ കോൺട്രിബ്യൂഷൻ്റെ എമൗണ്ട് ഉണ്ടല്ലോ, അത് ഒരു ടാക്സബിൾ ഇൻകത്തിൽ നിന്നായിരിക്കണം. നമുക്കറിയാം, ചിലപ്പോൾ ഈ 1.5 ലക്ഷം രൂപ ചിലപ്പോൾ നമുക്ക് ആരെങ്കിലും ഗിഫ്റ്റ് തന്നതായിരിക്കും. ഞാനിപ്പോൾ ആന്വിറ്റി പ്ലാൻ പ്രകാരം ഞാനൊരു LICയുടെ ഒരു പോളിസി എടുത്തു, ജീവൻ രക്ഷാ പോളിസി എടുത്തു 1.5 ലക്ഷം രൂപയുടെ. ഈ 1.5 ലക്ഷം രൂപ ചിലപ്പോൾ എനിക്ക് കിട്ടിയത് വല്ല ഗിഫ്റ്റായിട്ട് എൻ്റെ പ്രോപ്പർട്ടി ഡിവിഷൻ വന്ന് അങ്ങനെ എനിക്ക് കുറച്ച് കാശ് കിട്ടി, അല്ലെങ്കിൽ വേറെ ഗോൾഡ് വിറ്റിട്ട് എനിക്ക് എന്തെങ്കിലും കാശ് കിട്ടി. അങ്ങനെ കിട്ടിയിട്ടും വേണമെങ്കിൽ LICയുടെ ആന്വിറ്റി പ്ലാൻ പ്രകാരം കൊണ്ടിടാം. അങ്ങനെ കിട്ടിയതാവരുത്. എന്തെങ്കിലും ടാക്സബിൾ ഇൻകത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇൻകം ആയിരിക്കണം. അതായത് നമ്മുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് കിട്ടിയ ഒരു തുകയായിരിക്കണം നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നതെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രകാരം ഡിഡക്ഷൻ കിട്ടും. അല്ലാതെ എങ്ങനെ കിട്ടിയ തുകയാണെങ്കിലും ആന്വിറ്റി പ്ലാൻ പ്രകാരം നിക്ഷേപിച്ചാൽ ഡിഡക്ഷൻ കിട്ടത്തില്ല. നമ്മുടെ ടാക്സബിൾ ഇൻകത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള തുകയായിരിക്കണം നമ്മൾ ഈ ആന്വിറ്റി പ്ലാൻ പ്രകാരം പോളിസി എടുത്തതെങ്കിൽ മാത്രമേ ഈ ഡിഡക്ഷൻ കിട്ടത്തുള്ളൂ. ഇനി നമുക്കറിയാം, പോളിസീസ് ആണ് അല്ലേ, ഇൻഷുറൻസ് പോളിസിയാണ്. നമുക്ക് ഇടയ്ക്ക് വേണമെങ്കിൽ കൊണ്ടുവന്ന് സറണ്ടർ ചെയ്യാൻ സാധിക്കും അല്ലേ? ഇപ്പം പറയുന്ന പോലെ നമുക്കിപ്പം 3 വർഷത്തെ പോളിസി ആണെങ്കിൽ നമുക്ക് 1 വർഷം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇനി പറ്റത്തില്ല എന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് സറണ്ടർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ LIC പോളിസി എടുത്തിട്ട്, ഈ പറയുന്ന ആന്വിറ്റി പ്ലാൻ പ്രകാരം പോളിസി എടുത്തിട്ട് ഇത്ര ഒരു 3 വർഷത്തേക്കാണ് എടുത്തത് അല്ലെങ്കിൽ 5 വർഷത്തേക്കാണ് എടുത്തത്, ഇടയ്ക്ക് നമ്മൾ കൊണ്ടുവന്ന് സറണ്ടർ ചെയ്യുകയാണ് ഈ പോളിസി. സറണ്ടർ ചെയ്യുവാണെങ്കിൽ ആ സറണ്ടർ ചെയ്ത് കിട്ടുന്ന ആ വാല്യൂ ഇല്ലേ, ഇപ്പം നമ്മൾ 1.5 ലക്ഷത്തിൻ്റെ പോളിസിയാണ് നമ്മൾ കൊണ്ടുവന്ന് സറണ്ടർ ചെയ്തപ്പോൾ നമുക്ക് 1 ലക്ഷം രൂപ കിട്ടി. ഓക്കെ, ആ 1 ലക്ഷം രൂപ ആ ഏത് വർഷമാണോ നമ്മൾ സറണ്ടർ ചെയ്തത്, എപ്പോഴാണോ നമുക്ക് ആ സറണ്ടർ വാല്യൂ കിട്ടിയത്, ആ വർഷം നമ്മളുടെ ടാക്സബിൾ ഇൻകത്തിലേക്ക് ആഡ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ആന്വിറ്റി പ്ലാൻ പ്രകാരം ഈ മാസാമാസം ഇങ്ങനെ പെൻഷൻ പോലെ കിട്ടുമല്ലോ, അതും നമ്മുടെ ടാക്സബിൾ ഇൻകത്തിൽ കാണിക്കുന്ന തുകയാണ്. ഓക്കെ, ഡിഡക്ഷൻ വേറെ, ടാക്സബിൾ ഇൻകം വേറെ. ഓക്കെ, അപ്പം നമ്മൾ ആന്വിറ്റി പ്ലാൻ പ്രകാരം കൊണ്ടുവന്ന് കോൺട്രിബ്യൂട്ട് ചെയ്തു. ആ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ആന്വിറ്റി പ്ലാൻ പ്രകാരം പോളിസി എടുത്തു, മാസാമാസം നമുക്ക് പെൻഷൻ പോലെ ഇങ്ങനെ കിട്ടുന്നു. ഈ പെൻഷൻ നമ്മുടെ സാലറിയിൽ ടാക്സബിൾ ഇൻകം ആയിട്ട് കാണിക്കും. പക്ഷേ നമ്മൾ ഈ നടത്തിയിട്ടുള്ള കോൺട്രിബ്യൂഷൻ നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കും. ഇനി സറണ്ടർ ചെയ്യുവാണെങ്കിൽ സറണ്ടർ ചെയ്യുന്ന ഇയറിൽ, അത് റെസീപ്റ്റ് ചെയ്യുന്ന ഇയറിൽ നമ്മളത് ടാക്സബിൾ ഇൻകം ആയിട്ട് കാണിക്കും. പിന്നെ ഒരു കാര്യവും കൂടിയുണ്ട്, നമ്മളിങ്ങനെ നടത്തുന്ന കോൺട്രിബ്യൂഷൻ നമ്മുടെ ടാക്സബിൾ ഇൻകത്തിൽ നിന്ന് തന്നെ ആയിരിക്കണം. അല്ലാതെ ചുമ്മാ എവിടെന്നെങ്കിലും കിട്ടിയ കാശ് കൊണ്ടുവന്ന് ആന്വിറ്റി പ്ലാൻ പ്രകാരം ഇട്ടാൽ നമുക്ക് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് 80CCC പ്രകാരം
ഓർത്ത് വെക്കേണ്ടത്. അപ്പോൾ 80C ആയി, 80C ആയി. എപ്പോഴും ഈ ഡിഡക്ഷൻസ് പഠിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള നോട്ട്സ് പറയുന്നത് കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ നിങ്ങൾ തന്നെ നോട്ട് എഴുതി മലയാളത്തിലോ ഇംഗ്ലീഷിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ എഴുതി വെക്കുക. കാരണം ഡിഡക്ഷൻസ് അല്ല, ഇൻകം ടാക്സിൽ അവരവരുടെ നോട്ട് തന്നെയാണ് ഏറ്റവും ബെനഫിഷ്യൽ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നത് പോലെ ഡീറ്റെയിൽഡ് ആയിട്ടോ ഷോർട്ട് നോട്ടായിട്ടോ എങ്ങനെയാണെങ്കിലും, ഇപ്പം ഇൻകം ടാക്സ് പഠിപ്പിക്കുമ്പോൾ ആദ്യമേ പറയുന്നതാണ് എന്താണ്, ഇൻകം ടാക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും അപ്ഡേഷൻസും മാറ്റങ്ങളും പല രീതിക്ക് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു രീതിയിൽ പറഞ്ഞാൽ ഒരാൾക്ക് മനസ്സിലാവില്ല, വേറൊരു രീതിയിൽ പറഞ്ഞാലായിരിക്കും മനസ്സിലാവുക. ഇപ്പം ഇൻകം ടാക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം, അവരവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ സ്വന്തമായിട്ട് നോട്ട് എഴുതി വെക്കുക. നമ്മൾ നോട്ട് തരത്തില്ല എന്നല്ല, നോട്ട് തരും. ചിലപ്പം ഇതിപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, പിന്നീട് എടുത്ത് വായിക്കുമ്പോൾ പലതരത്തിലുള്ള കൺഫ്യൂഷൻസ് വരും. അതങ്ങനെയല്ല, ഇതിങ്ങനെയല്ല. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ക്ലാസ് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഇംഗ്ലീഷിലോ മലയാളത്തിലോ നിങ്ങൾക്ക് പ്രിഫറബിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ നിങ്ങൾ എഴുതി വെക്കുക. ദെൻ നോട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ഇൻകം ടാക്സിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, കുറച്ച് കോംപ്ലിക്കേറ്റഡ് സബ്ജക്റ്റ് ആണ്, നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. ഓക്കെ, അപ്പോൾ സെക്ഷൻ 80C കഴിഞ്ഞു, സെക്ഷൻ 80C കഴിഞ്ഞു. അപ്പോൾ 80Cയും കോൺട്രിബ്യൂഷനാണ്, 80CCCയും കോൺട്രിബ്യൂഷനാണ്. CCC എന്ന് പറഞ്ഞാൽ കോൺട്രിബ്യൂഷൻ സർട്ടൻ പെൻഷൻ ഫണ്ടാണ് CCC, മറ്റേത് അല്ലാതുള്ള ഫണ്ടുകളാണ്. അടുത്തത് CCD ആണ്, അതായത് കോൺട്രിബ്യൂഷൻ ടു പെൻഷൻ സ്കീം ഓഫ് സെൻട്രൽ ഗവൺമെൻറ്, അതായത് നാഷണൽ പെൻഷൻ സ്കീം NPS നമുക്കറിയാമല്ലോ. അതിനകത്തോട്ട് നടത്തുന്ന സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിനകത്തോട്ട് നടത്തുന്ന കോൺട്രിബ്യൂഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിഡക്ഷൻ പറയുന്നതാണ് സെക്ഷൻ 80CCD. ഓക്കെ, ഇതിന് എലിജിബിൾ ആയിട്ടുള്ള അസസീസ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസ് മാത്രമാണ്. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. എന്താണ്, 1/1/2004 അതിന് ശേഷമോ അപ്പോയിന്റ് ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസ് ആണ് ഇതിന് എലിജിബിൾ ആയിട്ടുള്ളത്. അപ്പോഴാണ് NPS സ്കീമൊക്കെ വന്നു തുടങ്ങിയത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. 1/1/2004 അതിന് ശേഷമോ അപ്പോയിന്റഡ് ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസിന് മാത്രം അനുവദിച്ച് കിട്ടുന്ന ഡിഡക്ഷനാണ് എന്ത്, സെക്ഷൻ 80CCD. ഓക്കെ, അതുപോലെ തന്നെ മറ്റ് എംപ്ലോയർ ഇപ്രകാരം NPS പ്രകാരം പെൻഷൻ സ്കീമുള്ള മറ്റ് എംപ്ലോയറും സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസും ഉണ്ട്. സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ 1/1/2004 ശേഷം അപ്പോയിന്റഡ് ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസ് മാത്രം. ഓക്കെ, പിന്നെ മറ്റ് എംപ്ലോയേഴ്സിൻ്റെ എംപ്ലോയീസ്, അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ എംപ്ലോയീസ് ആവാം. അവർക്ക് പക്ഷേ ഈ പറയുന്ന സ്പെസിഫിക് ഡേറ്റ് ഇല്ല. സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസിന് ഈ ഡേറ്റും കൂടി ഓർത്ത് വെക്കണം. ഓക്കെ, പിന്നെ എനി ഇൻഡിവിജ്വൽ ഇൻക്ലൂഡിങ് സെൽഫ് എംപ്ലോയിഡ്. ഇനി CCD പ്രകാരം എന്തൊക്കെയാണ് ഡിഡക്ഷൻസ് കിട്ടുന്നതെന്ന് നോക്കാം. അപ്പോൾ സെക്ഷൻ 80CCD എന്ന് പറഞ്ഞാൽ പെൻഷൻ, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പെൻഷൻ സ്കീമിലേക്കുള്ള കോൺട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിഡക്ഷനാണ്, സ്പെസിഫിക്കലി NPS. ഓക്കെ, അപ്പോൾ എലിജിബിൾ ആയിട്ടുള്ള അസസീസ് എന്ന് പറഞ്ഞാൽ 1/1/2004 അതിനുശേഷമോ അപ്പോയിന്റഡ് ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസ്, മറ്റ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ എംപ്ലോയീസ്, പ്രൈവറ്റ് സെക്ടർ എംപ്ലോയീസ്, അതുപോലെ തന്നെ സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസും എല്ലാവരും വരും ഇതിനകത്ത് എലിജിബിൾ ആയിട്ടുള്ള അസസീസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ സെക്ഷൻ 80CCD പഠിക്കുമ്പോൾ ഈ സെക്ഷൻ 80CCDക്ക് 3 പാർട്ട് ഉണ്ട്. ഓക്കെ, ഈ സെക്ഷൻ 80CCDക്ക് 3 പാർട്ട് ഉണ്ട്. 80CCD1, 80CCD1B, 80CCD2. ഇങ്ങനെ 3 പാർട്ട് ആയിട്ടാണ് നമ്മൾ ഈ 80CCD പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇതിനകത്ത് സെക്ഷൻ 80CCD1 എന്ന് പറയുന്നത് എംപ്ലോയിയുടെ അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയിഡ് ആയിട്ടാണെങ്കിൽ സ്വന്തമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഇല്ലേ, അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതായത് എംപ്ലോയിയുടെയോ സെൽഫ് എംപ്ലോയിഡ് പേഴ്സൺ ആണെങ്കിൽ സെൽഫായിട്ടുള്ള കോൺട്രിബ്യൂഷനോ ഈ പറയുന്ന പെൻഷൻ സ്കീമിലേക്ക് എംപ്ലോയിയുടെയോ
മറ്റൊരു എംപ്ലോയി ചെയ്തേക്കുന്ന ആളാണെങ്കിൽ എംപ്ലോയി എന്നല്ലേ വിളിക്കുക നമ്മൾ. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി, സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്. ആ എംപ്ലോയിയുടെ അല്ലെങ്കിൽ നമ്മൾ സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിൽ നമ്മുടെ സ്വന്തമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ, ഞാനൊരു എംപ്ലോയി ആണെങ്കിൽ എൻ്റെ സ്വന്തമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ, അതിനെ പറ്റിയിട്ടാണ് CCD1 പറയുന്നത്. ഓക്കെ, CCD1B പറയുന്നത് ഒരു അഡീഷണൽ ഡിഡക്ഷനെ പറ്റിയിട്ടാണ്. ഓക്കെ, ഇതെന്താന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഒന്ന് കേട്ടോ. അഡീഷണൽ ഡിഡക്ഷൻ ഓൺ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ, എംപ്ലോയർ അല്ല, എംപ്ലോയീസ് ഓർ സെൽഫ്. ഈ നമ്മുടെ സ്വന്തമായിട്ടുള്ള അല്ലെങ്കിൽ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷന് വേണ്ടിയിട്ട് ഒരു അഡീഷണൽ ഡിഡക്ഷൻ ഉണ്ട്. അതിനെപ്പറ്റി പറയുന്നതാണ് 80CCD1B. അപ്പൊ എന്തായിരിക്കും 80CCD2? ഓഫ് കോഴ്സ് എംപ്ലോയറുടെ കോൺട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡിഡക്ഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ 80CCD പറയുന്ന 80CCDക്ക് ഒരു 3 ഭാഗങ്ങൾ തന്നെയുണ്ട്. 80CCD1 ഉണ്ട്, 80CCD1B ഉണ്ട്, 80CCD2 ഉണ്ട്. അപ്പൊ 80CCD1 പറയുന്നത് പെൻഷൻ, നാഷണൽ പെൻഷൻ സ്കീം ആവുമ്പോൾ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷനും കാണും, എംപ്ലോയറുടെ കോൺട്രിബ്യൂഷനും കാണും. 80CCD1 പറയുന്നത് എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ സെൽഫായിട്ടുള്ള കോൺട്രിബ്യൂഷനെ പറ്റിയിട്ടാണ്. 80CCD2 പറയുന്നത് എംപ്ലോയറുടെ കോൺട്രിബ്യൂഷനെ പറ്റിയിട്ടാണ്. 80CCD1B പറയുന്നത് 80CCD1 എന്തായിരുന്നു? എംപ്ലോയിയുടെ തന്നെ കോൺട്രിബ്യൂഷൻ ആണ്. അപ്പോൾ 1B എന്തായിരിക്കും? എംപ്ലോയിയുടെ തന്നെ കോൺട്രിബ്യൂഷന് വേണ്ടിയിട്ട് കൊടുക്കുന്ന അഡീഷണൽ ഡിഡക്ഷനെ പറ്റിയിട്ടാണ്. ഓക്കെ, ഓരോന്നോരോന്നായിട്ട് പറയാം നമുക്കിനി. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 80CCDയുടെ ടൈപ്പ് ഓഫ് ഡിഡക്ഷൻസ് ആണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു 3 പാർട്ട് ഉണ്ട് അതിനല്ലേ. അപ്പോൾ ആദ്യത്തേതാണ് 80CCD1. ഓക്കെ, എംപ്ലോയി അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയി ആണെങ്കിൽ ആ സെൽഫ് എംപ്ലോയിഡിന്റെ കോൺട്രിബ്യൂഷൻ, സ്വന്തമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ, എംപ്ലോയിയുടെ തന്നെ കോൺട്രിബ്യൂഷൻ എത്രയാണ്? നമ്മൾ അതിനകത്തോട്ട് എത്ര രൂപയാണ് നമ്മുടെ NPS നാഷണൽ പെൻഷൻ സ്കീമിലേക്ക് നമ്മൾ എംപ്ലോയി നടത്തുന്ന കോൺട്രിബ്യൂഷൻ, ആക്ച്വൽ കോൺട്രിബ്യൂഷൻ എത്രയാണ്? അല്ലെങ്കിൽ സാലറിയുടെ 10% വിച്ച് എവർ ഇസ് ലോവർ, അതാണ് നമുക്ക് അനുവദിച്ച് കിട്ടുന്ന ഡിഡക്ഷൻ. ഓക്കെ, എന്താണ്? ആക്ച്വൽ കോൺട്രിബ്യൂഷൻ ഓർ 10% ഓഫ് സാലറി. ഇവിടെ സാലറി എന്ന് പറയുമ്പോൾ ബേസിക് പ്ലസ് DA വരും. അതൊക്കെ എന്താണെന്ന് നിങ്ങൾ സാലറി പഠിച്ചപ്പോൾ കൃത്യമായിട്ട്, അതായത് ഓരോ പർപ്പസ്, ഇപ്പോൾ HRA കാൽക്കുലേറ്റ് ചെയ്യാൻ സാലറി എന്ന് പറയുമ്പം സാലറിയിൽ ബേസിക്, DA പാർട്ട് ഓഫ്, അങ്ങനെ നമ്മൾക്ക് അറിയാമല്ലോ ഓരോന്നിനും സാലറിക്ക് എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇവിടെ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സാലറി എന്ന് പറയുമ്പോൾ ബേസിക് പ്ലസ് DA ആണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ 80CCD സബ്സെക്ഷൻ 1 പ്രകാരം എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ ആണ് വരുന്നത്. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. എത്ര വരെ? ആക്ച്വലി നമ്മൾ കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ ഓർ 10% ഓഫ് സാലറി വിച്ച് എവർ ഇസ് ലോവർ നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. ഇനി സെൽഫ് എംപ്ലോയിഡ് പേഴ്സൺ ആണെങ്കിൽ മാറ്റമുണ്ട്. അതായത് എനിക്കൊരു എംപ്ലോയർ ഒന്നുമില്ല, ഞാൻ സെൽഫ് എംപ്ലോയിഡ് ആണ്. അങ്ങനെയാണെങ്കിൽ പക്ഷേ എനിക്ക് എന്തുണ്ട്? NPS അക്കൗണ്ട് ഉണ്ട്, അതിനകത്തോട്ട് ഞാൻ കോൺട്രിബ്യൂഷൻ നടത്തുന്നുണ്ടെങ്കിൽ എൻ്റെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൻ്റെ 20%, അതാണ് ആക്ച്വൽ കോൺട്രിബ്യൂഷൻ ഓർ 20% ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം വിച്ച് എവർ ഇസ് ലോവർ എനിക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കും. അപ്പം അതാണ് 80CCD1. ഓക്കെ ആണല്ലോ. അപ്പം എന്താണ് 80CCD1? എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ ആണ്. വീണ്ടും പറയുന്നത് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ ആണ്. സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിൽ ആ സ്വന്തമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ആണ്. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ ആണെങ്കിൽ ആക്ച്വൽ കോൺട്രിബ്യൂഷൻ ഓർ 10% ഓഫ് സാലറി വിച്ച് എവർ ഇസ് ലോവർ ആണ് നമുക്ക് അനുവദിച്ച് കിട്ടുന്ന ഡിഡക്ഷൻ. സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിൽ ആക്ച്വൽ കോൺട്രിബ്യൂഷൻ ഓർ 20% ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം ആണ് നമുക്ക് മാക്സിമം അനുവദിച്ച് കിട്ടുന്ന ഡിഡക്ഷൻ. ഓക്കെ, അപ്പോൾ വേറൊരു കാര്യം കൂടി ഓർക്കണം. നമ്മൾ നേരത്തെ പഠിച്ച 80C അതുപോലെ തന്നെ 80CCC ഇപ്പം പഠിച്ച 80CCD1 ഇതിനെല്ലാത്തിനും കൂടി 1.5 ലക്ഷം രൂപയെ മാക്സിമം അനുവദിച്ച് കിട്ടത്തുള്ളൂ.
ഓക്കെ, ഈ 3 എണ്ണത്തിനും കൂടെ 80C പ്രകാരം ഒരു 60 ഉണ്ട്, 80cc പ്രകാരം 50 ഉണ്ട്, 80ccd പ്രകാരം 70 ഉണ്ട്. ഓക്കെ, ഇപ്പൊ എത്രയായി എല്ലാം കൂടി ഒരു 1,80,000 വരും. അനുവദിക്കുമോ? ഇല്ല. എത്രയേ കിട്ടത്തുള്ളൂ? 1.5 ലക്ഷം രൂപയെ നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. 3 എണ്ണത്തിനും കൂടി 1.5 ലക്ഷമേ പറ്റത്തുള്ളൂ. ഓക്കെ, ഈ 3 സെക്ഷനും കൂടി മാക്സിമം 1.5 ലക്ഷം രൂപ വരെ നമുക്ക് ഡിഡക്ഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിവിടെ ഈ സെക്ഷൻ 80CCD പ്രകാരം എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എത്രയാണ്? ഒരു 80,000 രൂപയാണെന്ന് വിചാരിക്കാം. ഓക്കെ, 80,000 രൂപയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ 60K 50K എടുത്തു കഴിഞ്ഞു. അത് കഴിഞ്ഞ് മാക്സിമം ഇതിനകത്ത് എത്രയേ കിട്ടത്തുള്ളൂ? 60, 50, 60, 50 കൂടി ആയപ്പോൾ 1,10,000. പിന്നെ ഒരു 40,000 രൂപയും കൂടിയേ നമുക്ക് ഇവിടെ പറ്റത്തുള്ളൂ അല്ലേ? അപ്പോൾ ഇതും കൂടെ ആയപ്പോൾ 1.5, ഇവിടെ 40,000 എടുത്തു കഴിഞ്ഞപ്പോൾ ഇവിടെ 80 ആണ്, ഇവിടെ 40,000 എടുത്തു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ 1.5 തികഞ്ഞു ഇല്ലേ? അപ്പോൾ ബാക്കി ഒരു 40,000 ഇതിനകത്ത് ബാക്കി കിടപ്പുണ്ട്. ഓക്കെ, ഇത് നമുക്ക് സെക്ഷൻ 80CCD 1B പ്രകാരം ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. അതാണ് അടുത്ത പറയാൻ പോകുന്നത്. സെക്ഷൻ 80CCD 1B എന്താണ്? അഡീഷണൽ ഡിഡക്ഷനെ പറ്റി പറയുന്നതാണ്. എന്താന്ന് വെച്ചാൽ ഇപ്പം ഈ പറഞ്ഞ NPSലേക്ക് നടത്തുന്ന എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ നമുക്കറിയാം ക്വാണ്ടം ഓഫ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് മറ്റു 3 സെക്ഷനും കൂടി 1.5 ലക്ഷം രൂപയെ പറ്റത്തുള്ളൂ. പക്ഷെ അതിനൊരു ഇളവ് പോലെ വന്നതാണ് ഈ സെക്ഷൻ 80CCD 1B. അതായത് അഡീഷണൽ ഒരു 50,000 രൂപയും കൂടി നമുക്ക് എന്ത് അനുവദിച്ചു തരാം? അഡീഷണൽ ഡിഡക്ഷൻ ആയിട്ട് അനുവദിച്ചു തരാം. അതായത് നമ്മുടെ 1.5 ലക്ഷം രൂപയ്ക്ക് പുറമെ ഈ സെക്ഷൻ പ്രകാരം നമുക്ക് ഒരു 50,000 രൂപയും കൂടി അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് അനുവദിച്ച് തരാം. സെക്ഷൻ 80CCEയിലാണെന്ന് പറയുന്നത്. ഈ 1.5 ലക്ഷം രൂപയ്ക്ക് പുറമെയാണ് അഡീഷണൽ ഈ 50,000 രൂപ വരുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ഞാൻ ഈ പറഞ്ഞ പോലെ NPSലേക്കുള്ള എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ 90,000 രൂപയാണ്. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ 80C പ്രകാരം എത്ര വന്നു? 80C പ്രകാരം എനിക്ക് അനുവദിച്ച് കിട്ടുന്ന ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ 50,000 ആണ്. 80CCC പ്രകാരം എനിക്കുള്ള ഡിഡക്ഷൻ എന്ന് പറയുന്നത് 70,000 ആണ്. 80CCD 1 പ്രകാരം എനിക്ക് ഉള്ള ഇതെന്ന് പറയുന്നത് 90,000 രൂപയാണെന്ന് വിചാരിക്കുക. ഡിഡക്ഷൻ കിട്ടേണ്ടുന്നത് 90,000 രൂപയാണ്. ഇതെല്ലാം കൂടി ഇത് 3ഉം കൂടി കൂട്ടിയപ്പോൾ എത്ര വന്നു? 2,10,000 വന്നു. എത്രയേ പറ്റത്തുള്ളൂ? 1.5 ലക്ഷം രൂപയെ പറ്റത്തുള്ളൂ. സോ 1.5 ലക്ഷം രൂപയെ എനിക്കിവിടെ പറ്റത്തുള്ളൂ. ഇത് മാത്രമേ എനിക്ക് ഈ 3 സെക്ഷൻ പ്രകാരം ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റൂ. ഞാനത് ഡിഡക്ഷൻ ആയിട്ട് കൊടുത്തു. അപ്പം ഞാൻ നോക്കുകയാണ്, ഇവിടെ 1.5 ലക്ഷം രൂപ ആവാൻ ഇത് രണ്ടും നമ്മൾ ഫുൾ എടുത്തു. ഇതും കൂടി എടുത്തപ്പോൾ എത്രയായി? 7 5 12 അതായത് 1 ലക്ഷം രൂപ 1,20,000 രൂപയായി. ഇതിനകത്ത് നിന്ന് എത്ര എടുത്താൽ 1.5 ആവും? 30,000 രൂപയും കൂടി എടുത്താൽ 1.5 ആവും. ഓക്കെ, അപ്പൊ ഇവിടെ ബാക്കി എത്ര കിടപ്പുണ്ട്? ഇനി 60,000 കിടപ്പുണ്ട്. ഈ NPSലുള്ള എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷന് ഒരു അഡീഷണൽ ഡിഡക്ഷന്റെ സെക്ഷനും കൂടി ഉണ്ടല്ലോ. അപ്പോൾ ബാക്കിയുള്ള ഈ 60,000-ൽ 50,000 രൂപ നമുക്ക് എന്തായിട്ട് ക്ലെയിം ചെയ്യാം? സെക്ഷൻ 80CCD 1B പ്രകാരം ക്ലെയിം ചെയ്യാം. ചെയ്തൂടെ? ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ടാക്സ് ഡിഡക്ഷൻ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 80CCD 1.5 ലക്ഷത്തിന് പുറമെ അഡീഷണൽ ഒരു 50,000 ആണ് ഈ സെക്ഷൻ 80CCD. അതായത് ഈ 3 സെക്ഷനും കൂടി എടുക്കുമ്പോൾ ടോട്ടൽ 2 ലക്ഷം രൂപ ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. പല സെക്ഷൻസ് വെച്ചാണെങ്കിലും
ഈ 3 സെക്ഷനിൽ നിന്നും നമുക്ക് കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 2 ലക്ഷം രൂപ വരെ മാക്സിമം കിട്ടും. പക്ഷേ ഈ എമൗണ്ട് ശ്രദ്ധിച്ചോളണം. അത് കാൽക്കുലേഷൻ ഒക്കെ ചെയ്ത് വരുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. എന്തായാലും ഇപ്പം നിങ്ങളിത് മനസ്സിലാക്കുക. സെക്ഷൻ 80C/C/D/1B പ്രകാരം NPSലേക്കുള്ള എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷന് അഡീഷണൽ ഒരു 50,000 എമൗണ്ടും കൂടി ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതായത് ഫുള്ളും നമുക്ക് ഇവിടെ ക്ലെയിം ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ബാക്കി വരുന്നതിൽ ഒരു അപ് ടു 50,000 വരെ നമുക്ക് സെക്ഷൻ 80C/C/D/1B പ്രകാരം ക്ലെയിം ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് സെക്ഷൻ 80C/C/D/2. സെക്ഷൻ മൂന്നാമത്തെ ഭാഗം എന്താണ്? എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ. നമ്മുടെ NPSലേക്ക് നടത്തുന്ന എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ എത്ര വരെ നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം? 10% ഓഫ് സാലറി. അതായത് ഒന്നുകിൽ എത്രയാണോ എംപ്ലോയർ നടത്തുന്ന കോൺട്രിബ്യൂഷൻ, അല്ലെങ്കിൽ അപ് ടു 10% ഓഫ് സാലറി വിച്ച് എവർ ഈസ് ലോവർ നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. ഇത് മറ്റേ നമ്മുടെ 1.5 ലക്ഷത്തിന്റെ ലിമിറ്റിൽ വരുന്നില്ല. 1.5 ലക്ഷത്തിന്റെ ലിമിറ്റിൽ വരുന്നത് ഏതൊക്കെയുള്ളൂ? സെക്ഷൻ 80C, 80CCC, 80CC/D/1 ഉള്ളൂ. CC/D/2 വേറെയാണ്. ഈ 3 എണ്ണവും കൂടി ഉള്ളൂ ആ 1.5 ലക്ഷം രൂപയുടെ ലിമിറ്റിൽ. CC/D/2 ഒക്കെ വേറെയാണ്. എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ആണ്. എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. എത്ര വരെ? ആക്ച്വൽ എത്രയാണോ എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഓർ 10% ഓഫ് സാലറി വിച്ച് എവർ ഇസ് ലെസ്. സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിന്റെ കേസിലാണെങ്കിൽ 14% ഓഫ് സാലറി ആണ്. ഓക്കെ, ഇനി വേറൊരു സെക്ഷനും കൂടി ഉണ്ട്. ഒന്നുമില്ല, നേരത്തെ പറഞ്ഞത് തന്നെയാണ്. 80CCEയിൽ പറയുന്നത് ഒരു ഓവറോൾ ഡിഡക്ഷന്റെ കാര്യം. അതായത് ഈ സെക്ഷൻ 80CCEയിലാണ് നമ്മുടെ ഈ കാര്യം പറയുന്നത്. അതായത് ടോട്ടൽ ഡിഡക്ഷൻ സെക്ഷൻ 80C പ്ലസ് 80CCC സെക്ഷൻ 80CC/D/1 ഇത് മൂന്നും കൂടി നമുക്ക് ടോട്ടൽ ഡിഡക്ഷൻ മാക്സിമം 1.5 കിട്ടത്തുള്ളൂ. പിന്നെ സെക്ഷൻ CC/D/1B പ്രകാരം അഡീഷണൽ ഒരു 50,000 കൂടി നമുക്ക് കിട്ടും. അത് ഈ 1.5 ലക്ഷത്തിന് പുറമെയാണ്. ഈ 2 കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത് ഇൻകം ടാക്സിന്റെ 80CCE എന്ന് പറയുന്ന സെക്ഷനിലാണ്. ഒരു കാര്യമില്ല, വെറുതെ ഓരോ സെക്ഷൻ കൂട്ടാൻ വേണ്ടി എഴുതി വെച്ചേക്കുക. ഓക്കെ, അതുപോലെ തന്നെ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ സെക്ഷൻ 80CC/D/2 പ്രകാരമുള്ള എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ഈ പറഞ്ഞതിൽ വരുന്നില്ല. അത് സെപ്പറേറ്റ് ആണ്. ഈ പറയുന്ന ക്യാപ്പിലല്ല അത് ഉൾപ്പെടുന്നത്, അത് വേറെയാണ്. ഇതിനകത്തിട്ട് മിക്സപ്പ് ചെയ്യണ്ട എന്നുള്ളതൊക്കെ പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന 80CCEയിലാണ്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നത് അതായിരിക്കും. ഡിഡക്ഷന്റെ ഓവറോൾ ക്യാപ്പിനെ പറ്റി അല്ലെങ്കിൽ ഓവറോൾ ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി പറഞ്ഞിരിക്കുന്ന ഒരു സെക്ഷൻ ഏത്? സെക്ഷൻ 80CCEയിലാണ്. 80Cയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓവറോൾ ക്യാപ്പ് ഓൺ ഡിഡക്ഷനെ പറ്റി പറഞ്ഞിരിക്കുന്ന സെക്ഷൻ ഏതാന്ന് ചോദിച്ചാൽ സെക്ഷൻ 80CCEയിലാണ്. അതിനകത്താണ് പറഞ്ഞിരിക്കുന്നത് 80Cയും 80CCCയും 80CC/D/1 കൂടി മാക്സിമം 1.5 ലക്ഷം രൂപയുടെ ഡിഡക്ഷൻ അനുവദിച്ച് തരത്തുള്ളൂ. അതിന് പുറമെ 80CC/D/1B പ്രകാരം നിങ്ങൾക്കൊരു 50,000 രൂപ അഡീഷണൽ ഡിഡക്ഷൻ തരാം. എംപ്ലോയറുടെ കോൺട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിഡക്ഷൻ 80CC/D/2 എന്ന് പറയുന്നത് ഇതിനകത്ത് വരുന്നതല്ല, അത് സെപ്പറേറ്റ് ആണ്. അതാണ് എന്തിൽ പറയുന്നത്? 80CCEയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ആയപ്പോൾ നമ്മുടെ 80C എന്ന് പറയുന്ന ഭാഗം അങ്ങ് കഴിഞ്ഞു. അപ്പോൾ 80Cയിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? 80C എന്താണെന്ന് പഠിച്ചു, 80CCC പഠിച്ചു, 80CC/Dയിൽ തന്നെ 3 എണ്ണം പഠിച്ചു അല്ലേ? 80CC/D/1, 80CC/D/1B, 80CC/D/2, അതുപോലെ തന്നെ ഓവറോൾ ക്യാപ്പ് പറയുന്ന 80CCE. ഇങ്ങനെ 6 എണ്ണമാണ് നമ്മൾ പഠിച്ചത് അല്ലേ? അപ്പോൾ നമ്മുടെ ആ C എന്ന് പറയുന്ന കാര്യം കഴിഞ്ഞു. ഇനി അടുത്തത് 80Dയിലോട്ടാണ് നമ്മൾ പോകുന്നത്. അടുത്തതാണ് നമ്മളിനി Dയിലോട്ട് കിടക്കുകയാണ്. 80D എന്ന് പറയുന്ന സെക്ഷനിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ 80D ഉണ്ട്, 80DD ഉണ്ട്, അതുപോലെ തന്നെ 80U നമ്മൾ ഇവിടെ തന്നെ അങ്ങ് പഠിക്കുകയാണ്. കാരണം നമ്മുടെ സെക്ഷൻ 80DDയുമായിട്ട് വളരെ അടുത്ത് ബന്ധമുള്ള സെക്ഷനാണ് 80U. അപ്പോൾ നമ്മളെപ്പോഴും 80DD പഠിക്കുമ്പോൾ തന്നെ 80Uവും നമ്മൾ പഠിക്കും. സോ നമുക്ക് ആദ്യം സെക്ഷൻ 80D പഠിക്കാം. സെക്ഷൻ 80D എന്താണെന്ന് വെച്ചാൽ മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം നമ്മൾ
തിരിഞ്ഞു പോകരുത്. 80C പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചത് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ആണ്. 80Dയിൽ നമ്മൾ പഠിക്കുന്നത് മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം ആണ്. നമ്മൾക്കറിയാമല്ലോ, നമ്മൾ മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയവും നമ്മൾ എടുക്കാറുണ്ട്. സ്റ്റാർ ഹെൽത്ത് മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം എടുക്കാറുണ്ട്. അത് വേറെ, LIC വേറെ. നമുക്കറിയാമല്ലോ, LICയുടെ പോളിസി വേറെ, മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം വേറെ, ഇല്ലേ? സോ 80Dയിൽ പറയുന്നത് ഈ പറയുന്ന മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിഡക്ഷൻസ് ആണ്. എലിജിബിൾ അസസ്സി എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസും HUFുമാണ്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നമുക്കറിയാം, ഇപ്പം ഞാൻ എൻ്റെ പേരിൽ അല്ലെങ്കിൽ എൻ്റെ സ്പൗസിൻ്റെ പേരിൽ അല്ലെങ്കിൽ എൻ്റെ ഡിപ്പെൻഡൻറ്റ് ചിൽഡ്രൻ, ഞാൻ എൻ്റെ ഫാമിലി എന്ന് പറയുമ്പം എൻ്റെ സ്പൗസ് വരും, എൻ്റെ ഡിപ്പെൻഡൻറ്റ് ചിൽഡ്രൻ വരും. അങ്ങനെയാണെങ്കിൽ ഞാൻ മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം എടുത്തിട്ടുണ്ട്. അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഡിഡക്ഷൻ എത്ര രൂപ വരെ ഡിഡക്ഷനായിട്ട് അനുവദിച്ച് കിട്ടും? 25,000 വരെ കിട്ടും. അതായത് ഞാൻ മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം എടുത്തിട്ടുണ്ട്, എൻ്റെ പേരിൽ എടുത്തിട്ടുണ്ട്, ഹസ്ബൻഡിൻ്റെ പേരിൽ എടുത്തിട്ടുണ്ട്, എൻ്റെ കുട്ടികളുടെ പേരിലും എടുത്തിട്ടുണ്ട്. അപ്പം എല്ലാം കൂടി ഞാൻ എല്ലാവരുടെ പേരിലും കൂടി എടുത്തിട്ടുള്ള മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം എന്ന് പറയുന്നത്, എല്ലാവരുടെ പേരിലും കൂടി അടയ്ക്കുന്ന മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയത്തിൻ്റെ തുക എന്ന് പറയുന്നത് 23,000 രൂപയാണ്. എൻ്റെ പേരിലും ഹസ്ബൻഡിൻ്റെ പേരിലും കുഞ്ഞിൻ്റെ പേരിലും എടുത്തിട്ടുണ്ട്. 3 പേർക്കും കൂടി അടയ്ക്കുന്ന പ്രീമിയം എന്ന് പറയുന്നത് 23,000 രൂപയാണ്. എനിക്ക് മാക്സിമം എത്ര രൂപ വരെ ഡിഡക്ഷൻ കിട്ടും? 25,000 വരെ കിട്ടും. സോ എനിക്കിവിടെ എത്ര, ഞാൻ അടയ്ക്കുന്ന 23,000 രൂപയും എനിക്ക് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാം. ഇനി ഞാൻ എൻ്റെ പേരിലും ഹസ്ബൻഡിൻ്റെ പേരിലും കുഞ്ഞിൻ്റെ പേരിലും കൂടെ എടുത്തിട്ടുള്ള പ്രീമിയത്തിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് ഒരു 35,000 ആണെങ്കിൽ എനിക്ക് എത്രയേ കിട്ടത്തുള്ളൂ? 25,000 എനിക്ക് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം ഫോർ സെൽഫ് ആൻഡ് ഫാമിലി എന്ന് പറയുമ്പം സ്പൗസും ഡിപ്പെൻഡൻറ്റ് ചിൽഡ്രനും മാത്രമേ വരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ എനിക്ക് എത്ര രൂപ വരെയാണ് ഡിഡക്ഷൻ കിട്ടുന്നത്? 25,000 വരെയാണ് കിട്ടുന്നത്. ഇതിനകത്ത് പക്ഷേ ഒരു മാറ്റം വരും. ഞാൻ ഈ പറയുന്ന സെൽഫായിട്ടുള്ള ഞാൻ, അല്ലെങ്കിൽ എൻ്റെ സ്പൗസ്, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾ എന്തായാലും ആവില്ല, ഞാനോ എൻ്റെ ഹസ്ബൻഡോ ആരെങ്കിലും സീനിയർ സിറ്റിസൺ ആണെങ്കിൽ, ഓക്കെ, സീനിയർ സിറ്റിസൺ എപ്പോഴും ഒരളവുണ്ടല്ലോ അല്ലേ, ഞാനോ എൻ്റെ ഹസ്ബൻഡോ ഒരു സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 25,000 അല്ല 50,000 രൂപ വരെ എനിക്ക് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാം. അപ്പം ഞാൻ 47,000 രൂപയുടെ പോളിസിയാണ് എടുത്തിട്ട്, ഇപ്പം എൻ്റെ പേരിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. 47,000 രൂപയുടെ പോളിസി പ്രീമിയമാണ് ഞാൻ അടയ്ക്കുന്നത്. എനിക്ക് എത്ര രൂപ, ഞാനൊരു സീനിയർ സിറ്റിസൺ ആണെങ്കിൽ എനിക്ക് ആ 47,000 രൂപയും ക്ലെയിം ചെയ്യാം. കാരണം ലിമിറ്റ് എത്രയുണ്ട്? 50,000 ഉണ്ട്. ഞാൻ സീനിയർ സിറ്റിസൺ അല്ലെങ്കിലോ, 47,000 രൂപയുടെ പോളിസിയാണ് എടുത്തിട്ടില്ലെങ്കിലോ എത്ര കിട്ടത്തുള്ളൂ? 25,000 കിട്ടത്തുള്ളൂ. അപ്പോൾ സെൽഫ് ആൻഡ് ഫാമിലി എന്ന് പറയുമ്പോൾ സ്വന്തമായിട്ടും സ്പൗസ് ആൻഡ് ഡിപ്പെൻഡൻറ്റ് ചിൽഡ്രൻ്റെ കാര്യത്തിലാണ് വരുന്നത്. മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം എടുത്തിട്ടുണ്ട്, അടയ്ക്കുന്ന പ്രീമിയം എത്രയാണെങ്കിലും അപ് ടു 25% വരെ നമുക്ക് ഡിഡക്ഷൻ, ആക്ച്വൽ എമൗണ്ട് പെയ്ഡ് ഓർ 25,000 വിച്ച് എവർ ഇസ് ലെസ്, അങ്ങനെ വരും അല്ലേ, നമുക്ക് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാം. ഇനി ഈ പറയുന്ന സെൽഫായിട്ടുള്ള ആളോ, അതായത് ഞാനോ സ്പൗസോ ഡിപ്പെൻഡൻറ്റ് ചിൽഡ്രനോ ആരെങ്കിലും സീനിയർ സിറ്റിസൺ ആണെങ്കിൽ എന്താണ്, 25,000 അല്ല ലിമിറ്റ്, 50,000 ആണ്. ഓക്കെ, ഈ മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയത്തിൻ്റെ കേസിൽ എന്താണ്, സെൽഫും സ്പൗസും ഡിപ്പെൻഡൻറ്റ് ചിൽഡ്രനും അല്ലാതെ പേരൻസിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പേരൻസിനാണെങ്കിൽ ഈ പറയുന്ന 25,000 അല്ലാതെ അഡീഷണൽ ഒരു 25,000 കൂടി നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. സോ പേരൻസിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്, ഇപ്പം എനിക്ക് സ്വന്തമായിട്ട് എടുത്തിട്ടുണ്ട്, ഹസ്ബൻഡിന് എടുത്തിട്ടുണ്ട്, കുഞ്ഞിന് എടുത്തിട്ടുണ്ട്. പുറമെ ഞാൻ എൻ്റെ പേരൻസിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഈ പറയുന്ന 25,000 ഉള്ളിൽ വരില്ല. അവർക്ക് വേണ്ടി അഡീഷണൽ ആയിട്ടൊരു 25,000 ഉണ്ട്. ഇപ്പം എനിക്ക് വേണ്ടിയിട്ടൊരു മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം എടുത്തിട്ടുണ്ട്. 20,000 രൂപയാണ് പ്രീമിയം അടയ്ക്കുന്നത്. ഹസ്ബൻഡിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്, ഒരു 5,000 രൂപയാണ് പ്രീമിയം അടയ്ക്കുന്നത്. എൻ്റെ അച്ഛന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്, അതിന് ഞാനൊരു 15,000 ആണ് പ്രീമിയം എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടി എത്രയായി? 25,000 ആയി. അപ്പോൾ ഇതെനിക്ക് ഫുള്ളും കിട്ടും, കാരണം മാക്സിമം 25,000 വരെ എനിക്ക് ക്ലെയിം ചെയ്യാം. ഈ 15,000 എനിക്ക് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാം, കാരണം പാരൻസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് 25,000 അഡീഷണൽ ആയിട്ട് നമുക്ക് തരുന്നുണ്ട്. സോ അഡീഷണൽ ആണ് ഇതിന്, ഈ പറയുന്ന 25,000 ഇത് ഉൾപ്പെടത്തില്ല. പാരൻസിന് സെപ്പറേറ്റ് ആണ് ഡിഡക്ഷൻ പറയുന്നത്, അഡീഷണൽ ഡിഡക്ഷൻ അപ് ടു 25%. ദെൻ വേറൊരു കേസുണ്ട്, പേരൻസിൽ ആരെങ്കിലും ഒരാൾ, അച്ഛനോ അമ്മയോ ആരാണെങ്കിലും എന്താണ്,
സീനിയർ സിറ്റിസൺ ആണെങ്കിൽ അന്നേരം ഈ ലിമിറ്റ് മാറി എത്രയാവും 50,000 ആവും. അതായത് ടോട്ടൽ ഇവിടെ 25ഉം ഇവിടെ 50ഉം ആവും. അപ്പോൾ ടോട്ടൽ 75,000 നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. സീനിയർ സിറ്റിസൺ ആണെങ്കിൽ ഇതിന്റെ ഇരട്ടിയിലോട്ട് പോകുന്ന ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയത്തിന്റെ കാര്യമാണ്. മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം സെൽഫായിട്ടോ സ്പൗസിനോ ഡിപ്പെൻഡന്റ് ചിൽഡ്രനോ ആണെങ്കിൽ അപ് ടു 25,000 വരെ നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. പേരൻസിന്റെ പേരിലാണ് എടുത്തിട്ടുള്ളതെങ്കിൽ അഡീഷണൽ, നമ്മൾക്ക് പുറമേ കിട്ടുന്ന ഡിഡക്ഷന് പുറമേ അഡീഷണൽ അപ് ടു 25,000 വരെ നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. ഇനി ഈ പറയുന്ന സെൽഫോ അല്ലെങ്കിൽ സ്പൗസോ ആരെങ്കിലും സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 25,000 അല്ല 50,000 ആണ് ലിമിറ്റ് വരുന്നത്. അത് പേരൻസിന്റെ കേസിലാണെങ്കിലും അവർ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 25,000 അല്ല 50,000 ആണ് ലിമിറ്റ് വരുന്നത്. ഓക്കെ, അപ്പം അതാണ് ഇവിടെ പറയുന്നത്. ഇഫ് എനി മെമ്പർ ഇസ് എ സീനിയർ സിറ്റിസൺ ആൻഡ് ദ എമൗണ്ട് പെയ്ഡ് ഈസ് ഓൺ അക്കൗണ്ട് ഓഫ് മെഡിക്കൽ ഇൻഷുറൻസ് ആൻഡ് നോ എമൗണ്ട് ഹാസ് ബീൻ അതല്ല. സോ ഇഫ് ഇൻ എ ഓർ ബി ദർ ഇസ് എ സീനിയർ സിറ്റിസൺ അപ് ടു ഇതിനകത്ത് ഏതെങ്കിലും ഒരാൾ 50,000 സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 50,000 ആണ് ലിമിറ്റ് വരുന്നത്. ഓക്കെ, ഇത് HUFന്റെ കാര്യമാണ് പറയുന്നത്. HUFിൽ ഏതെങ്കിലും ഒരു മെമ്പറിന്റെ പേരിൽ മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെയും എത്ര തന്നെയാണ് 25,000 വരെ തന്നെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, അപ് ടു 25,000 വരെ തന്നെയാണ് നമുക്ക് ഡിഡക്ഷൻ കിട്ടുന്നത്. സീനിയർ സിറ്റിസന്റെ കാര്യത്തിലാണെങ്കിൽ എത്ര പോവും, 50,000 വരെ പോവും. അതുപോലെ തന്നെ നമ്മൾ ഇൻഷുറൻസ് ഒന്നും എടുത്തിട്ടില്ല, അത് ഇൻഡിവിജ്വലിന്റെ കേസിലാണ് അല്ലെങ്കിൽ HUFന്റെ കേസിലാണെങ്കിൽ ഇൻഷുറൻസ് ഒന്നും എടുത്തിട്ടില്ല, പകരം നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മൾ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി നമുക്ക് മെഡിക്കൽ എക്സ്പെൻഡിച്ചർ വരുവാണ്, നമ്മൾ മെഡിക്കൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ട് നമ്മൾ കാശ് കൊടുക്കുകയാണ്. അതായത് നമുക്കറിയാമല്ലോ, മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന് ആശുപത്രിയിൽ കാശ് അടയ്ക്കണം. ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനിക്കാർ കൊടുത്തോളും അല്ലേ. അപ്പം നമ്മൾ ഇൻഷുറൻസ് എടുത്തിട്ടില്ല, പക്ഷെ നമുക്ക് മെഡിക്കൽ എക്സ്പെൻഡിച്ചർ വന്നു, നമ്മൾ പേ ചെയ്തു. അങ്ങനെയാണെങ്കിലും ആ പേ ചെയ്തതിൽ 25,000 നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. സീനിയർ സിറ്റിസണിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുത്തെങ്കിൽ അപ് ടു 50,000 വരെ ക്ലെയിം ചെയ്യാം. മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിഡക്ഷൻ, പ്രീമിയം ഇല്ല പക്ഷെ മെഡിക്കൽ എക്സ്പെൻഡിച്ചർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിഡക്ഷൻ, രണ്ടിൻ്റെയും ക്വാണ്ടം ഓഫ് ഡിഡക്ഷൻ സെയിം തന്നെയാണ്. അപ് ടു 25% ഫോർ നോർമൽ, 50,000 ആണെങ്കിൽ സീനിയർ സിറ്റിസൺ. ഓക്കെ, ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്. ഇപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ക്യാഷ് അല്ലാതെ തന്നെ കൊടുക്കണം, മീൻസ് ബൈ ഓൺലൈൻ മോഡോ അങ്ങനെ തന്നെ കൊടുക്കണം. മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം എടുക്കുകയാണ്. അയാൾക്ക് സ്വന്തമായിട്ടും വൈഫിനും ഡിപ്പെൻഡന്റ് ചിൽഡ്രനും എല്ലാവർക്കും കൂടി പ്രീമിയം എടുത്തിട്ടുണ്ട്. എല്ലാം കൂടി പ്രീമിയം 22,000 വരും. പേരൻറ്റിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്, പാരൻസിന് വേണ്ടിയിട്ട് രണ്ടുപേർക്കും വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് 27,000 ആണ് പ്രീമിയം അടയ്ക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് അനുവദിച്ച് കിട്ടുന്ന ഡിഡക്ഷൻ ഇപ്പം സെൽഫ് അവർക്ക് വേണ്ടിയിട്ട്, അതായത് സ്വന്തമായിട്ട് അല്ലെങ്കിൽ സ്പൗസിന് വേണ്ടിയിട്ട് ഡിപ്പെൻഡന്റ് ചിൽഡ്രന് വേണ്ടിയിട്ട് എടുത്തത് 22,000 ആണ് അല്ലേ. അപ്പോൾ 22,000 മാക്സിമം എത്ര വരെ കിട്ടും, 25,000 വരെ കിട്ടും. അപ്പോൾ 22,000 നമുക്ക് ഫുൾ എടുക്കാം. സോ പ്ലസ് പാരൻസിന് വേണ്ടിയിട്ട് എടുത്ത എത്രയാണ്, 27,000 പ്രീമിയം ആണ് അടയ്ക്കുന്നത്. പാരൻസിൽ ആരും സീനിയർ സിറ്റിസൺ ആണെന്ന് പറയുന്നില്ല. സോ പാരൻസിന് വേണ്ടിയിട്ട് അഡീഷണൽ എത്ര കിട്ടത്തുള്ളൂ, 25,000 കിട്ടത്തുള്ളൂ. ഇവിടെ 27,000 ആണ് പറഞ്ഞത്. സോ പാരൻസിന് വേണ്ടിയിട്ട് 25 എടുക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പം ആകെ 49,000 അല്ലേ വരുന്നുള്ളൂ. ഇവിടെയും 25,000 ഉണ്ട്, ഇവിടെയും 25,000 മാക്സിമം കിട്ടും, ഇവിടെ 25,000 മാക്സിമം കിട്ടും. അപ്പം രണ്ടും കൂടി 50,000 കിട്ടത്തില്ലേ. ഇവിടെ രണ്ടും കൂടി 49,000 അല്ലേ വരുന്നുള്ളൂ. അപ്പം 49,000 ഫുള്ളായിട്ട് ക്ലെയിം ചെയ്തൂടെ എന്ന് ചോദിക്കാം. അങ്ങനെയല്ല, ഇവർക്ക് സെപ്പറേറ്റ്, ഇവർക്ക് സെപ്പറേറ്റ്. ഇവിടെ മാക്സിമം 25,000, ഇവിടെ മാക്സിമം 25,000. ഇവിടെ സെൽഫ് വൈഫ് ഡിപ്പെൻഡന്റ് ചിൽഡ്രന് വേണ്ടിയിട്ട് 22,000 പോളിസി എടുത്തിട്ടുണ്ട്. മാക്സിമം 25,000 രൂപ വരെ അനുവദിക്കും. സോ 22,000 രൂപ ഫുള്ളായിട്ട് എടുക്കാം. ഇവിടെ പാരൻസിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് 27,000 ആണ്. മാക്സിമം 25,000 രൂപയെ പറ്റത്തുള്ളൂ. സോ 25,000 എടുക്കാൻ പറ്റൂ. സോ രണ്ടും കൂടി 47,000 രൂപയുടെ ഡിഡക്ഷനെ അനുവദിച്ച് കിട്ടൂ. അല്ലാതെ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 49,000 അല്ലേ വരുന്നുള്ളൂ, ഇത് രണ്ടും കൂടെ 50,000 ഇല്ലേ. സോ 49,000 നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്തൂടെ, ചെയ്യാൻ പറ്റില്ല. ഓരോന്നിനും സെപ്പറേഷൻ ഉണ്ട്. ഓക്കെ, സോ ഇവിടെ
എത്രേ അനുവദിക്കത്തുള്ളൂ? 47,000 ഡിഡക്ഷൻ അനുവദിക്കത്തുള്ളൂ. പേരന്റ് ഒരു സീനിയർ സിറ്റിസൺ ആയിരുന്നുവെങ്കിൽ ആ 25,000 അല്ല 27,000 രൂപ ഫുള്ളായിട്ട് എടുക്കാം. കാരണം മാക്സിമം 50,000 രൂപയല്ലേ ഡിഡക്ഷൻ അനുവദിച്ച് കിട്ടുന്നത്. സോ മാക്സിമം 50,000 ഉണ്ടായതുകൊണ്ട് 27,000 എടുക്കാം. സോ പേരന്റ് ഒരു സീനിയർ സിറ്റിസൺ ആയിരുന്നു എങ്കിൽ 22,000 പ്ലസ് 27,000 49,000 രൂപ നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി ഇത് അടുത്ത സെക്ഷൻ ആണ്, സെക്ഷൻ 80DD. ഓർത്ത് വെക്കാനുള്ള ഒരു ഷോർട്ട് കട്ട്, ഡിപ്പെൻഡന്റ് ഡിസബിലിറ്റി. DD, ഡിപ്പെൻഡന്റ് ഡിസബിലിറ്റി, ഡിഡക്ഷൻ ഫോർ മെയിൻ്റനൻസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഡിപ്പെൻഡന്റ് വിത്ത് ഡിസബിലിറ്റി. റെസിഡന്റ് ഇൻഡിവിജ്വൽസും റെസിഡന്റ് HUFും ആണ് എലിജിബിൾ ആയിട്ടുള്ള അസസി. അതായത് ഇത് വേറൊന്നുമല്ല, ഇപ്പോൾ എൻ്റെ ഒരു റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ എൻ്റെ സ്പൗസോ സിസ്റ്ററോ ഫാമിലിയിലുള്ള അത്രയും നമുക്കറിയാലോ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള, എൻ്റെ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും ഡിസബിലിറ്റി ഉണ്ട്, അതായത് ഡിസേബിൾഡ് ആണ്, എന്തെങ്കിലും അംഗവൈകല്യമോ അങ്ങനെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അവരുടെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഞാനാണ് നോക്കുന്നതെങ്കിൽ, ഞാനാണല്ലോ സാലറീഡ് എംപ്ലോയി, അപ്പം എൻ്റെ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള സിസ്റ്റർ ആവാം, പേരൻ്റ് ആവാം, സ്പൗസ് ആവാം, കുഞ്ഞുങ്ങളാവാം, ആരാണെങ്കിലും എന്താണ് ഡിസേബിൾഡ് ആണ്, എന്തെങ്കിലും അംഗവൈകല്യമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും? മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. അതിൻ്റെ ചിലവ്, അവർക്ക് ആവുന്ന മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ചിലവ് ഞാനാണ് നോക്കുന്നത്. മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അവരുടെ നഴ്സിംഗ്, ട്രെയിനിങ്, റീഹാബിലിറ്റേഷൻ എല്ലാം വരും. അതിൻ്റെ ചിലവെല്ലാം ഞാനാണ് നോക്കുന്നതെങ്കിൽ, അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും ഒരു ഇൻഷുറൻസ് സ്കീമോ, ആ ഒരു ഡിസേബിൾഡിന് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും ഇൻഷുറൻസ് സ്കീമോ അല്ലെങ്കിൽ അതിനകത്തോട്ട് അങ്ങനെ ഇൻഷുറൻസ് എടുത്തിട്ട് അതിനകത്തോട്ട് എന്തെങ്കിലും എമൗണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട. ഇവിടെ എന്ന് പറയുന്നത് എത്ര രൂപയാണ് നിങ്ങൾ ചെലവഴിച്ചത് അതൊന്നുമില്ല. ഡിസബിലിറ്റി എന്ന് പറയുന്നത് സിവിയർ ഡിസബിലിറ്റി ആണെങ്കിൽ 1.5 ലക്ഷം ഫ്ലാറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഡിഡക്ഷൻ കിട്ടും. നോർമൽ ഡിസബിലിറ്റി ആണെങ്കിൽ 75,000, 1.5 അല്ല 1.25 ലക്ഷം. നോർമൽ ഡിസബിലിറ്റി ആണെങ്കിൽ 75,000 നിങ്ങൾക്ക് മാക്സിമം. ഇപ്പം ഞാനൊരു സാലറീഡ് എംപ്ലോയിഡ് ആണ്, എൻ്റെ ഒരു കുഞ്ഞിന് എന്തെങ്കിലും ഡിസബിലിറ്റി ഉണ്ടെന്ന് വിചാരിക്കുക. ഞാൻ അതിനു വേണ്ടി ചെലവഴിക്കുന്നത് 60,000 രൂപയാണ് എനിക്ക് ടോട്ടൽ എനിക്ക് മെഡിക്കൽ എക്സ്പെൻഡിച്ചർ ആയതെന്ന് വിചാരിക്കുക. ഓക്കെ, കുഞ്ഞിൻ്റെ ഡിസബിലിറ്റി സിവിയർ ഡിസബിലിറ്റി ആണോ നോർമൽ ഡിസബിലിറ്റി ആണോ എന്ന് നോക്കും. അതിപ്പോൾ എങ്ങനെയാണ്? മെഡിക്കൽ ഓഫീസർ സർട്ടിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും, അതൊക്കെ കാണിക്കണം. മെഡിക്കൽ ഓഫീസർ സർട്ടിഫൈ ചെയ്തിട്ടുണ്ട് ഇത്ര ശതമാനം ഡിസബിലിറ്റി ഉണ്ട്. അത് 40% കൂടുതലാണ്, ഡിസബിലിറ്റിയുടെ പെർസെൻറ്റേജ് 40% കൂടുതലാണെങ്കിൽ നോർമൽ ഡിസബിലിറ്റി, 80% കൂടുതൽ ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ സിവിയർ ഡിസബിലിറ്റി എന്ന് പറയും. അപ്പം മെഡിക്കൽ ഓഫീസർ സർട്ടിഫൈ ചെയ്ത സർട്ടിഫിക്കറ്റിൽ കുഞ്ഞിൻ്റെ ഡിസബിലിറ്റി എന്ന് പറയുന്നത് 55% ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇത് വരുന്നത് എന്താണ്? നോർമൽ ഡിസബിലിറ്റിയിലാണ്. എനിക്ക് ആകെ ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ, മെഡിക്കൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ 60,000 രൂപയാണ്. അപ്പോൾ എന്താണ്? 60,000 രൂപയൊന്നും നിങ്ങൾ നോക്കണ്ട, നിങ്ങൾക്ക് എത്ര കിട്ടും? 75,000 രൂപ നിങ്ങൾക്ക് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാം. എത്ര രൂപ ചെലവഴിച്ചു എന്നുള്ളത് ഇവിടെ കാര്യമല്ല. നോർമൽ ഡിസബിലിറ്റി ആണെങ്കിൽ 75,000 രൂപ കിട്ടും നിങ്ങൾക്ക് ഡിഡക്ഷനായിട്ട്. സിവിയർ ഡിസബിലിറ്റി ആണെങ്കിൽ 1,25,000 രൂപ നിങ്ങൾക്ക് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാം. ഓക്കെ, ഇവിടെ എന്താണ്? ഫിക്സഡ് ഡിഡക്ഷൻ ആണ്. ഇവിടെ നിങ്ങൾ അതിനു വേണ്ടി എത്ര രൂപ ചെലവഴിച്ചു എന്നുള്ളത് ഇവിടെ പ്രശ്നമല്ല. ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടോ, നിങ്ങൾ എക്സ്പെൻഡിച്ചർ ചെയ്തിട്ടുണ്ടോ, എത്ര എന്നുള്ളത് ഇവിടെ പ്രശ്നമല്ല. ഇവിടെ എന്താണ്? ഒരു ഫിക്സഡ് ഡിഡക്ഷൻ ആണ് അലൗ ചെയ്ത് കിട്ടുന്നത്. ഇഫ് ആക്ച്വൽ നിങ്ങൾ ചെലവഴിച്ച തുക ഈ പറയുന്ന തുകകളേക്കാൾ കുറവാണെങ്കിൽ കൂടിയും ഡിസബിലിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഈ ഫിക്സഡ് ഡിഡക്ഷൻ തന്നെ അനുവദിച്ച് കിട്ടും. എത്രയാണ് നിങ്ങളുടെ ഡിസബിലിറ്റി എന്നുള്ളത് മെഡിക്കൽ അതോറിറ്റി, നിങ്ങളുടെ ഡിപ്പെൻഡൻറ്റിൻ്റെ ഡിസബിലിറ്റി എത്രയാണെന്നുള്ളത് മെഡിക്കൽ അതോറിറ്റി സർട്ടിഫൈ ചെയ്ത് തന്നാൽ മാത്രം മതി. 80% കൂടുതൽ ഡിസബിലിറ്റി ഉള്ള പേഴ്സൺ ആണെങ്കിൽ സിവിയർ ഡിസബിലിറ്റി കാറ്റഗറിയിലേക്ക് പോയിട്ട് 1.25 ലക്ഷം രൂപ നിങ്ങൾക്ക് ഫിക്സഡ് ഡിഡക്ഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് 80DD. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സെക്ഷനാണ് 80U. അതുകൊണ്ടാണ് അതിവിടെ തന്നെ പറഞ്ഞത്. ഇവിടെ ഞാൻ 80DDയിൽ എന്താ പറഞ്ഞത്? നിങ്ങളുടെ ഡിപ്പെൻഡൻറ്റിന് ഡിസബിലിറ്റി ഉള്ള കേസാണ്. അപ്പോൾ 80Uയിൽ പറയുന്നത് നിങ്ങൾക്ക് തന്നെ ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ, അതായത് 80DDയിൽ പറഞ്ഞ എൻ്റെ ഡിപ്പെൻഡൻറ്റിന്, എൻ്റെ കുഞ്ഞിനോ
സ്പൗസിനോ പാരന്റിനോ അങ്ങനെ എന്നെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആർക്കെങ്കിലും ഡിസബിലിറ്റി ഉണ്ട്, അവരുടെ എക്സ്പെൻഡിച്ചർ ഞാനാണ് മീറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്ന ഡിഡക്ഷനാണ് പറഞ്ഞത്. 80U പറയുന്നത് എനിക്ക് തന്നെ ഡിസബിലിറ്റി ഉണ്ട്, സെൽഫായിട്ട് ഞാനാണ്, എൻ്റെ പേരിലാണ് ടാക്സ് അടയ്ക്കുന്നത്, എനിക്ക് തന്നെ ഡിസേബിൾഡ് പേഴ്സൺ ആണ് ഞാൻ. അങ്ങനെയുള്ളവർക്കും ജോലിയില്ലേ? ഇല്ലേ? ഡിസേബിൾഡ് പേഴ്സൺ ഞാൻ തന്നെയാണെങ്കിൽ ഓക്കെ. അപ്പോൾ 80U പറയുന്നത് എനിക്ക് തന്നെ ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ, അതായത് ഡിപ്പെൻഡൻറ്റിനല്ല, എനിക്ക് സ്വന്തമായിട്ട് ഡിസബിലിറ്റി ഉള്ളവരും ജോലി ചെയ്യുന്നവരല്ലേ, അപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ എങ്ങനെയാണ്? ഓക്കെ, അവർക്കും ഇതുപോലെ തന്നെയാണ്. 40%-നേക്കാളും കൂടുതലാണെങ്കിൽ അവർക്ക് നോർമൽ ഡിസബിലിറ്റി, 40 to 80% ആണെങ്കിൽ നോർമൽ ഡിസബിലിറ്റി കാറ്റഗറിയിലേക്ക് പോയിട്ട് ഫ്ലാറ്റ് 75,000 അവർക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. സിവിയർ ഡിസബിലിറ്റി ആണെങ്കിൽ 1,25,000, 1.25 ലക്ഷം രൂപ ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാം. എന്താ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒരു വാലിഡ് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അതായത് നമ്മുടെ റിട്ടേൺ ഓഫ് ഇൻകം, നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റും കൂടി ഹാജരാക്കണം. ഞാൻ ഇത്ര ശതമാനം ഡിസേബിൾഡ് ആണ്, അതുകൊണ്ടാണ് എനിക്ക് ഈ ഡിഡക്ഷൻ കിട്ടിയത് എന്ന് പറഞ്ഞ ഒരു ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ ആ ഒരു റീ അസസ്മെന്റ് ആവശ്യമുണ്ടെങ്കിൽ, അതായത് നമുക്ക് എപ്പോഴും കുറച്ച് നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് സുഖമാവുമല്ലോ അല്ലേ, ചിലപ്പം നമുക്ക് എന്തെങ്കിലും അംഗവൈകല്യം ഉണ്ട്, കുറച്ച് നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ നടന്നെന്ന് വരും, നമ്മുടെ ഡിസബിലിറ്റി കുറച്ചൊക്കെ ഭേദമായിന്ന് വരും. അപ്പം ഓരോ തവണ മാറുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? റീ അസസ് ചെയ്തിട്ട് പുതിയ സർട്ടിഫിക്കറ്റ് വേണം സബ്മിറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പം അതാണ് എന്ത് 80U. അപ്പം 80D എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡൻറ്റിന് വരുന്ന ഡിസബിലിറ്റിയും 80U എന്ന് പറഞ്ഞാൽ സെൽഫായിട്ടുള്ള ഡിസേബിൾഡ് പേഴ്സൺ ആണെങ്കിൽ അവർക്ക് കിട്ടുന്ന ഡിഡക്ഷനെ പറ്റിയാണ് പറയുന്നത്. രണ്ടുപേരുടെയും ക്വാണ്ടം ഓഫ് ഡിഡക്ഷൻ ഒന്ന് തന്നെയാണ്. നോർമൽ ഡിസബിലിറ്റി ആണെങ്കിൽ 75,000, സിവിയർ ഡിസബിലിറ്റി ആണെങ്കിൽ 1.25. ഇത് എല്ലാവർക്കും തെറ്റും കേട്ടോ, കാരണം നോർമൽ ഡിസബിലിറ്റി 75,000, സിവിയർ ആവുമ്പോൾ ഇവരങ്ങ് ഇരട്ടിപ്പിക്കും, 1.5 ലക്ഷം എന്ന് പറഞ്ഞങ്ങ് എഴുതും. അല്ല, 1,25,000 ആണ്. 80U പ്രകാരവും ക്വാണ്ടം ഓഫ് ഡിഡക്ഷൻ എന്താണ്? നോർമൽ ഡിസബിലിറ്റി ആണെങ്കിൽ 75,000, സിവിയർ ഡിസബിലിറ്റി ആണെങ്കിൽ 1.25 ലക്ഷവുമാണ് ഫിക്സഡ് ആയിട്ടുള്ള ഡിഡക്ഷൻ കിട്ടുന്നത്. അതിന് എത്ര രൂപ ചെലവഴിച്ചു എന്നൊന്നും ഇവിടെ നോക്കാറില്ല. എത്ര രൂപ ചെലവഴിച്ചാലും ഫിക്സഡ് ആണ്, ഇത്രയും ഡിഡക്ഷൻ കിട്ടും. കുറഞ്ഞതായാലും കൂടുതലായാലും നിങ്ങൾക്ക് ഇത്ര തന്നെ കിട്ടും. ഓക്കെ, ഫിക്സഡ് ആണ് അവിടുത്തെ ഡിഡക്ഷൻ എമൗണ്ട്. അവിടെ നമുക്ക് എത്ര ചെലവഴിച്ചു എന്നൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഇനി സെക്ഷൻ 80D-DB പറയുന്നത് ചില സ്പെസിഫൈഡ് ആയിട്ടുള്ള കുറച്ച് അസുഖങ്ങളുണ്ട്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചിലവഴിക്കുകയാണ്. അതായത് ഒന്നുകിൽ എനിക്കായിരിക്കും ആ അസുഖം, അല്ലെങ്കിൽ എൻ്റെ ഡിപ്പെൻഡൻറ്റിനായിരിക്കും അസുഖം. അപ്പം ആർക്കെങ്കിലും അങ്ങനെ അസുഖം ഉണ്ടെങ്കിൽ അവരുടെ അസുഖത്തിന് വേണ്ടിയിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് നടത്തുമല്ലോ. ആ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് എക്സ്പെൻഡിച്ചർ ആവുമല്ലോ. ആ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ട് വരുന്ന ചെലവഴിക്കുന്ന തുക നമുക്ക് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാം. അപ്പം അതിനെപ്പറ്റി പറയുന്നതാണ് 80D-DB. ചില എല്ലാ അസുഖങ്ങൾക്കുമല്ല, ചില സ്പെസിഫൈഡ് ഡിസീസസ് അത് ഏതൊക്കെയാണെന്ന് നമ്മൾ പറയും. ഓക്കെ, ഇവിടെ എത്രയാണ് നമുക്ക് ഡിഡക്ഷൻ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ആക്ച്വൽ എക്സ്പെൻസ് അല്ലെങ്കിൽ 40,000 വിച്ച് എവർ ഈസ് ലെസ്. നമ്മൾ അതിന് വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ആക്ച്വലി എത്ര രൂപയാണ് ചെലവഴിക്കുന്നത്, അല്ലെങ്കിൽ 40,000 വിച്ച് എവർ ഈസ് ലെസ് ആണ് നമുക്ക് അനുവദിച്ച് കിട്ടുന്ന ഡിഡക്ഷൻ. ഇപ്പം ഞാൻ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് 25,000 രൂപയെ ചെലവഴിച്ചത്, അപ്പോൾ എത്ര രൂപ എനിക്ക് കിട്ടത്തുള്ളൂ? 25,000 രൂപയെ ഡിഡക്ഷനായിട്ട് കിട്ടത്തുള്ളൂ. 50,000 രൂപ ചെലവഴിച്ചെങ്കിൽ എനിക്ക് മാക്സിമം എത്ര കിട്ടത്തുള്ളൂ? 40,000 കിട്ടത്തുള്ളൂ. അപ്പോൾ ഏതാണോ ഇതിനകത്ത് ഏതാണ് ലിമിറ്റ് എന്ന് നോക്കും. 40,000 ഓർ ആക്ച്വൽ എക്സ്പെൻസ് വിച്ച് എവർ ഇസ് ലെസ് ആണ് എനിക്ക് അനുവദിച്ച് കിട്ടുന്ന ഡിഡക്ഷൻ. ഓക്കെ, ഇനി ഈ പറയുന്ന ഡിസീസ് ഉള്ള ഞാനോ എൻ്റെ ഡിപ്പെൻഡൻറ്റോ ആരെങ്കിലും സീനിയർ സിറ്റിസൺ ആണ്, അതായത് ആ ഡിസീസ് ഉള്ള പേഷ്യൻ്റ് സീനിയർ സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ 40,000 അല്ല 1 ലക്ഷമാണ് ലിമിറ്റ് വരുന്നത്. അതായത് 1 ലക്ഷം ഓർ ആക്ച്വൽ എക്സ്പെൻസ് വിച്ച് എവർ ഈസ് ലെസ് എനിക്ക് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കും. ഇനി എന്താണ് ഈ സ്പെസിഫൈഡ് ഡിസീസസ്? നമ്മുടെ ആക്ടിൽ റൂൾ 11D പറയുന്ന കുറച്ച് അസുഖങ്ങളുണ്ട്, അതിനെയാണ് സ്പെസിഫൈഡ് ഡിസീസ് എന്ന് പറയുന്നത്. ഒന്നാമത്തത് ന്യൂറോളജിക്കൽ ഡിസീസസ് ആയിട്ടുള്ള ഡെമൻഷ്യ, പാർക്കിൻസൺസ് അങ്ങനെയുള്ള ഡിസീസസുകൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മാലിഗ്നന്റ് ക്യാൻസേഴ്സ് വരുന്നുണ്ട്,
ഫുൾ ബ്ലോൺ എയ്ഡ്സ് വരുന്നുണ്ട്, ക്രോണിക് റെനൽ ഫെയിലിയർ, അങ്ങനെയുള്ള ഇതൊക്കെ എന്ത് അസുഖമാണെന്നുള്ളത് ഡോക്ടേഴ്സിനൊക്കെ അറിയത്തുള്ളൂ. എന്നാലും നമ്മുടെ ആക്ച്വലി പറയുന്ന അസുഖങ്ങൾ ഹീമോഫീലിയ, തലാഷീമിയ അങ്ങനെയുള്ള അസുഖങ്ങളാണ്. ഇങ്ങനെയുള്ള അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിനാണ് ഈ പറയുന്ന ഡിഡക്ഷൻ അനുവദിച്ചു കൊടുക്കുന്നത്. അതായത് ഇതാണ് സ്പെസിഫൈഡ് ഡിസീസസ്, നമ്മുടെ റൂളിൽ പറഞ്ഞിരിക്കുന്ന സ്പെസിഫൈഡ് റൂൾ 11D ഇത് പറയുന്നത് സ്പെസിഫൈഡ് ഡിസീസ് ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഈ പറയുന്ന ഇത് നോക്കി വെച്ചോണം കേട്ടോ, കാരണം ഇതിനകത്ത് ഏതാണ് അല്ലാത്തതെന്ന് ചോദിക്കും. റൂൾ 11D പ്രതിപാദിക്കാത്തത് ഏത് അല്ലെങ്കിൽ പ്രതിപാദിപ്പിക്കുന്നത് ഏത് എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ വരും. ന്യൂറോളജിക്കൽ ഡിസീസ് ഉണ്ട്, ഒരു വട്ടം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലിരിക്കും. ഫുൾ ബ്ലോൺ എയ്ഡ്സ്, ക്രോണിക് റെനൽ ഫെയിലിയർ, മാലിഗ്നന്റ് ക്യാൻസേഴ്സ്, ഹീമോഫീലിയ, തലാസ്മിയ അങ്ങനെയുള്ള കുറച്ച് അസുഖങ്ങളുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്ന തുക സ്വന്തമായിട്ട് അസുഖം വന്നിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റിനായിരിക്കാം ഈ പറയുന്ന ഏതെങ്കിലും അസുഖം ഉള്ളത്, അവർക്ക് വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റ് നടത്തുകയാണ്. അതിനുവേണ്ടി ചെലവഴിക്കുന്ന തുക നമുക്ക് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാം. എത്ര വരെ? 40,000 ഓർ ആക്ച്വൽ എക്സ്പെൻസ് വിച്ച് എവർ ഈസ് ലെസ്. ഇനി ഈ പറയുന്ന പേഷ്യൻ്റ്, ഈ അസുഖമുള്ള പേഷ്യൻ്റ് സീനിയർ സിറ്റിസൺ ആണ്, ചിലപ്പോൾ എനിക്കായിരിക്കും അസുഖം, ഞാനൊരു സീനിയർ സിറ്റിസൺ ആണെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ പേരൻറ്റിന് ആർക്കെങ്കിലും ആണെങ്കിൽ എൻ്റെ പേരൻ്റ് ഒരു സീനിയർ സിറ്റിസൺ ആണ്, അല്ലെങ്കിൽ സ്പൗസിനാണെങ്കിൽ സ്പൗസ് സീനിയർ സിറ്റിസൺ ആണെങ്കിൽ, എങ്ങനെയാണെങ്കിലും ലിമിറ്റ് എന്ന് പറയുന്നത് 40,000 മാറി എത്രയാവും? 1,00,000 ആവും. അപ്പം ആക്ച്വൽ എക്സ്പെൻസ് ഓർ 1,00,000 വിച്ച് എവർ ഇസ് ലെസ് ആണ് എനിക്ക് അനുവദിച്ച് കിട്ടുന്ന ഡിഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ഡിഡക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 80Cയും 80Dയുടെയും എല്ലാം പറഞ്ഞു. 80D നമ്മുടെ മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം ആയിരുന്നു. 80DD എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഡിപ്പെൻഡൻറ്റിൻ്റെ ഡിസബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു. അതിനൊരു പ്രത്യേകതയുണ്ട്, ഫിക്സഡ് ഡിഡക്ഷൻ ആണ്. 80DDയും അതുപോലെ തന്നെ 80Uവും ഫിക്സഡ് ഡിഡക്ഷൻ ആണ്. സോ 80D പറഞ്ഞു, 80DD പറഞ്ഞു, 80U പറഞ്ഞു, പിന്നെ ലാസ്റ്റ് പറഞ്ഞത് 80DDB ആണ്. സ്പെസിഫൈഡ് ഡിസീസസിന് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റിൻ്റെ മേളിൽ വരുന്ന ഡിഡക്ഷൻസ്. ഓക്കെ അല്ലേ? 80C ആണ് കുറച്ചൊക്കെ ഓർത്തിരിക്കാനുള്ളത്, ബാക്കിയെല്ലാം എളുപ്പമാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് 80E ഉണ്ട്, 80G ഉണ്ട്. ഓക്കെ, അതാണ് നമുക്ക് ഇമ്പോർട്ടൻസ് ആയിട്ട് പഠിക്കാനുള്ളത്. സോ അതും കൂടി ആകുമ്പോൾ നമ്മുടെ ഡിഡക്ഷൻസ് കഴിയും. സോ അത് നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ നോക്കാം. താങ്ക് യു.